to be University Kochi. നമസ്കാരം. പൊളിറ്റിക്കൽ ഗ്രാൻഡ് ഫിനാലയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ NG രേണുക, എന്നോടൊപ്പമുള്ളത് ഞങ്ങളുടെ ഇലക്ഷൻ അനലിസ്റ്റ് കിരൺ ബാബു. ഇന്ന് കന്യാകുമാരിയിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 7ാം ഘട്ടത്തിന്റെ പരസ്യ പ്രചാരണം അവസാനിച്ച ദിവസമാണ് പ്രധാനമന്ത്രി കന്യാകുമാരിയിൽ വിവേകാനന്ദപ്പാറയിൽ ധ്യാനത്തിനായി എത്തിയത്. രാജ്യത്തിന്റെ തന്നെ ക്യാമറ കണ്ണുകൾ ഇന്ന് കന്യാകുമാരിയിലേക്ക് ചുരുങ്ങിയ മണിക്കൂറുകളാണ് കടന്നുപോയത്. ഏറ്റവും പ്രധാനം ആരിലേക്ക് വാർത്ത എത്തുന്നു എന്നുള്ളതാണ്. ഈ 2 ദിവസങ്ങളിലെ പൂർണ്ണമായും ജൂൺ 1 വോട്ടെടുപ്പ് കഴിയുന്നവരെ എല്ലാ ക്യാമറകളും എല്ലാ ക്യാമറകൾ മുഴുവൻ ഇന്ന് കന്യാകുമാരിയിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്ത ദിവസമാണ്. ഒപ്പം മോദിയുടെ ഗാന്ധി പരാമർശം ചൂടേറിയ ചർച്ചയായി മാറിയിരിക്കുന്നു 7ാം ഘട്ടത്തിലേക്ക് പോകുന്നതിന് തൊട്ടു മുൻപ്. അതോടൊപ്പം തന്നെ 7ാം ഘട്ടത്തിലെ പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങൾ, മണ്ഡലങ്ങൾ തുടങ്ങിയ കാര്യങ്ങളും ഇന്ന് പരിശോധിക്കുന്നു. അപ്പോൾ എല്ലാ പ്രേക്ഷകർക്കും പൊളിറ്റിക്കൽ ഗ്രാൻഡ് ഫിനാലയിലേക്ക് സ്വാഗതം. Political Grand Finale, co-presented by Berger Paints, 100 years of trust. Educational partners, IBIS Group of Educational Institutions. ഇനി കണ്ണടച്ചല്ല, കണ്ണ് തുറന്ന് സ്വപ്നം കാണാം. IBISലൂടെ Indian Institute of Commerce, ലക്ഷ്യ. Join Indian Institute of Commerce, ലക്ഷ്യ. 21ാം വയസ്സിൽ ലൈഫ് ഈസ് സെറ്റിൽ. And Jain deemed to be University, Kochi. Be the change, be the future with Jain deemed to be University Kochi. കന്യാകുമാരിയിലെ വിവേകാനന്ദ പാറയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ധ്യാനം തുടങ്ങിയിരിക്കുകയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പരസ്യ പ്രചാരണം പൂർത്തിയായ സാഹചര്യത്തിലാണ് മോദി ധ്യാനം തുടങ്ങിയിരിക്കുന്നത്. 4:45 പ്രത്യേക വിമാനത്തിൽ തിരുവനന്തപുരത്തെത്തിയ മോദി ഹെലികോപ്റ്ററിൽ 5 മണിയോടെ കന്യാകുമാരിയിലെത്തി ഭഗവതി ക്ഷേത്രത്തിൽ ദർശനം നടത്തിയ ശേഷം പ്രത്യേക ബോട്ടിൽ വിവേകാനന്ദ പാറയിൽ എത്തി. മറ്റന്നാൾ വരെ 45 മണിക്കൂറാണ് വിവേകാനന്ദ പാറയിലെ ധ്യാന മണ്ഡപത്തിൽ മോദിയുടെ ധ്യാനം. പരസ്യ പ്രചാരണം അവസാനിക്കുമ്പോഴുള്ള പ്രധാനമന്ത്രിയുടെ ധ്യാനം പരോക്ഷ പ്രചാരണമെന്ന് പ്രതിപക്ഷം കുറ്റപ്പെടുത്തുന്നു. എന്തായാലും നമ്മളുടെ പ്രതിനിധി VV അരുൺ കന്യാകുമാരിയിലുണ്ട്. അവിടുത്തെ ഓരോ നിമിഷത്തെയും വാർത്തകൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ. കിരൺ, ഇവിടെ പ്രധാനമന്ത്രി ഇത്തവണ കന്യാകുമാരിയിൽ വിവേകാനന്ദ പാറയിൽ ധ്യാനമിരിക്കുന്നു. 2014 അത് പ്രതാപ്ഗഡിലായിരുന്നു, 2019 കേദാർനാഥിലെ ഗുഹയിലായിരുന്നു. ഇതിപ്പോൾ ഇതൊരു തുടർച്ചയാണ്. ഓരോ ഘട്ടത്തിലും ഓരോ ലക്ഷ്യങ്ങളുണ്ട്. ഇത്തവണ 2024 400 പാർ പറഞ്ഞ് അധികാരം പിടിക്കാനുള്ള അതിലേക്ക് അടുക്കുന്ന നരേന്ദ്രമോദി വിവേകാനന്ദ പാറയിലേക്ക് എത്തിയത് എന്തിനായിരിക്കും? ഇതിനെ നമുക്ക് 2 തരത്തിൽ കാണാം. ഒന്ന്, നരേന്ദ്രമോദി എന്ന വ്യക്തിക്ക് അദ്ദേഹം ഈ ധ്യാനത്തെ അല്ലെങ്കിൽ ഇങ്ങനെ ഇടയ്ക്ക് ഞാൻ ധ്യാനം ഇരിക്കാറുണ്ട്, അല്ലെങ്കിൽ തൻ്റെ പൂർവാശ്രമത്തിൽ അല്ലെങ്കിൽ നേരത്തെ രാഷ്ട്രീയത്തിലൊക്കെ കടക്കുന്നതിന് മുമ്പ് അദ്ദേഹം ഹിമാലയത്തിലൊക്കെ ധ്യാനത്തിലിരിക്കുന്നു എന്നൊക്കെയുള്ള അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയൊക്കെ താൻ ഇരുന്നിട്ടുണ്ട് എന്നുള്ളത് സംബന്ധിച്ച് ചില സംശയങ്ങളൊക്കെ പ്രതിപക്ഷ പാർട്ടികൾ സ്വാഭാവികമായിട്ട് ഉന്നയിച്ചിട്ടുണ്ടെങ്കിൽ പോലും അദ്ദേഹം അത്തരം ധ്യാനത്തിലൊക്കെ ഇരുന്നിട്ടുണ്ട്, ദീർഘകാലം ധ്യാനത്തിൽ ഇരുന്നിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ ഈ കന്യാകുമാരിയിലെ ധ്യാനത്തെ നമുക്ക് പൂർണ്ണമായും അതിനെ ഒരു വ്യക്തിയുടെ അദ്ദേഹത്തിന് ഈ തിരക്കെല്ലാം കഴിഞ്ഞിട്ട് ഇത്രയേറെ തിരക്കിൽ നിന്ന് ഒരു മനുഷ്യൻ ഇത്രയേറെ തെരഞ്ഞെടുപ്പ് റാലികളിലും പൊതുയോഗങ്ങളിലും എല്ലാം തുടർച്ചയായി ഇന്നൊരു ദിവസം അല്ലെങ്കിൽ ഒന്നാം ഘട്ടം അവസാനിക്കുന്ന ഒരു ദിവസം വരെ പ്രധാനമന്ത്രിക്ക് വേണമെങ്കിൽ കാത്തിരിക്കാമായിരുന്നു. അത് അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ തീരുമാനമാണ്. ഏത് ദിവസം കാത്തിരിക്കുന്നു, ഏത് ദിവസം കൊണ്ട് ധ്യാനത്തിനിരിക്കുന്നതാണ്. ധ്യാനത്തിന് ഒരു രാഷ്ട്രീയ നേതാവ് പോയിരിക്കുമ്പോൾ അങ്ങനെ കേവലം ഒരു ധ്യാനമാണ് എന്ന് മാത്രം പറഞ്ഞാൽ അത് വ്യക്തിപരമായ താല്പര്യമാണ്, അതിന് രാഷ്ട്രീയമൊന്നും കാണേണ്ടതില്ലെന്നൊക്കെ പറഞ്ഞാൽ സാധാരണ ഏത് മനുഷ്യനും മനസ്സിലാവും അതിനപ്പുറത്തേക്ക് ചില രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ കൂടി അതിനുണ്ട് എന്നുള്ളത്. പ്രധാനമായും ബംഗാൾ BJPയെ സംബന്ധിച്ച് ഒരു കടുത്ത പോരാട്ടത്തിലാണ് ബംഗാൾ നിൽക്കുന്നത്. കാരണം ഉത്തരേന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും കഴിഞ്ഞ തവണ മുഴുവൻ സീറ്റും നേടിയതാണ്. അപ്പോൾ അതിൽ നിന്ന് സീറ്റിന് കുറയാനല്ലാതെ ഒരു കാരണവശാലും കൂടാനില്ല. അതിപ്പോൾ രാജസ്ഥാനായാലും മധ്യപ്രദേശ് ആയാലും അവിടെ ഒന്നും ഇനി കാര്യമായ സീറ്റ് കൂടാനില്ല. ഹരിയാനയിലൊക്കെ ആയാലും സീറ്റ് കൂടാനില്ല. എല്ലാ സീറ്റും, മധ്യപ്രദേശിൽ മാത്രം ഒരു സീറ്റ് മാത്രം നഷ്ടപ്പെട്ടു എന്ന് പറയാം. അങ്ങനെ മുഴുവൻ സീറ്റ് ലഭിച്ചെടുത്തെല്ലാം ചിലപ്പോൾ 5 or 10 ഒക്കെ സീറ്റ് അവിടെയൊക്കെ കുറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായും ഇത് പരിഹരിക്കപ്പെടേണ്ടത് ദക്ഷിണേന്ത്യയിൽ നിന്നോ അല്ലെങ്കിൽ ബംഗാളിൽ നിന്നോ ആണ്. ബംഗാളിൽ 9 7ാം ഘട്ടം. ഈ ഘട്ടത്തിൽ 9 എടുത്തെന്നുള്ളത് ബംഗാളിൽ കഴിഞ്ഞ തവണ ഏറ്റവും വലിയൊരു വിജയം നേടിയത് 18 സീറ്റിന്റെ വിജയം നേടാൻ കഴിഞ്ഞത്. പക്ഷെ അതിനുശേഷം നടന്ന
നിയമസഭാ തെരഞ്ഞെടുപ്പിലും അതിനുശേഷം നടന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും മമതാ ബാനർജിയുടെ ഒരു ഏകപക്ഷീയമായ വിജയമായിരുന്നു. BJP ഏതെങ്കിലും ഒരു തരത്തിൽ അതിനെ ഒന്ന് തടഞ്ഞു നിർത്താൻ പോലും കഴിഞ്ഞില്ല. ദയനീയമായ രീതിയിലേക്ക് പരാജയപ്പെടുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടായത്. ഈ ഏറ്റവും അവസാനം പഞ്ചായത്ത് തെരഞ്ഞെടുപ്പാണ് നടന്നത്. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലാണ് ഏറ്റവും വലിയ പരാജയം ഉണ്ടായത്. മമതാ ബാനർജി ഏകദേശം ഒരു 70-80% സീറ്റുകളും തൂത്തുവായിരുന്ന ഒരവസ്ഥയാണ് ഉണ്ടായത്. പക്ഷേ അവിടെ ഏതെങ്കിലും വിധേന കഴിഞ്ഞ തവണത്തെ സീറ്റ് 18 സീറ്റ് നിലനിർത്തുക എന്നുള്ളത് BJPയെ സംബന്ധിച്ചൊരു വലിയ വെല്ലുവിളിയാണ്. ഈ വെല്ലുവിളിയാണ് ഈ സമയത്ത് ഏറ്റവും അവസാനം ഉപയോഗിക്കാൻ കഴിയുന്ന ഒന്നാണ്. ബംഗാളിൽ നേരത്തെ ഈ രാമകൃഷ്ണ മിഷനുമായി ബന്ധപ്പെട്ട് അവിടുത്തെ സന്യാസിമാരും ചില വിവാദ പരാമർശം ഒന്നും പറയാൻ കഴിയില്ല. അതിനെ മമത പറഞ്ഞത് രാമകൃഷ്ണ മിഷനിലെ ചില സന്യാസിമാർ പരസ്യമായി തന്നെ മമതയ്ക്കെതിരായ നിലപാട് പരസ്യമായി പ്രഖ്യാപിക്കുന്നു. നമ്മുടെ നാട്ടിലൊക്കെ ചിലപ്പോൾ ഈ സഭകളിലൊക്കെ നേതാക്കളൊക്കെ പിന്നെ അതിൽ വിശദീകരണവും നൽകി മമതാ ബാനർജി. ഞാൻ ഉദ്ദേശിച്ചത് ചിലരുടെ പ്രവർത്തനങ്ങൾ മാത്രമാണ് എന്ന നിലയിൽ. യെസ്, അപ്പം നമുക്ക് അങ്ങനെ ആ തരത്തിലേക്ക് അവിടെ ഒരു പരാമർശം ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായും അവിടെ ഒരു മതത്തിൻ്റെ വിഷയത്തിൽ ബന്ധപ്പെടുന്ന അല്ലെങ്കിൽ ആത്മീയ വിഷയങ്ങൾ ബന്ധപ്പെടേണ്ട ആളുകൾ പരസ്യമായി നിന്ന് അതിൽ ചില ആളുകൾ പരസ്യമായി നിന്നുകൊണ്ട് അതിലൊരു ആശ്രമത്തിൻ്റെ മുഖ്യ സന്യാസിയെക്കുറിച്ചാണ് മമതാ ബാനർജി ആക്ഷേപം ഉന്നയിച്ചത്. പക്ഷേ ഇതിനെ മോദി അടക്കമുള്ള BJP നേതാക്കൾ അതിനെ ചിത്രീകരിച്ചത് രാമകൃഷ്ണ മിഷനെതിരായ ഒരു വലിയ വിമർശനം കൊണ്ടുവരുന്നത്. അത് മുസ്ലിം സമുദായത്തിന് വേണ്ടിയാണ് രാമകൃഷ്ണ മിഷനെ വിമർശിക്കുന്നത്. അതുകൊണ്ട് ബംഗാളിലെ ഹിന്ദുക്കൾ ഉണരണം, ഹിന്ദുക്കളുടെ വികാരത്തെയാണ് വ്രണപ്പെടുത്തുന്നത് എന്ന മട്ടിലേക്ക് വലിയ പ്രചരണം കൊണ്ടുവരുന്നു. അവസാനം മമതാ ബാനർജിക്ക് തന്നെ രേണുക പറഞ്ഞതുപോലെ വിശദീകരണം നൽകേണ്ടി വരുന്നു. ഞാൻ ഉദ്ദേശിച്ചത് ആ രാമകൃഷ്ണ മിഷനെ അല്ല. രാമകൃഷ്ണ മിഷനെ ഒന്നും തള്ളിപ്പറയാൻ സ്വാഭാവികമായും ബംഗാളിൽ കഴിയില്ല. ബംഗാളുകാർക്ക് രാമകൃഷ്ണ മിഷനുമായും അതോടൊപ്പം തന്നെ ഈ വിവേകാനന്ദനുമായിട്ട് വൈകാരികമായ ബന്ധവും വലിയ ബംഗാളി പ്രൈഡ് എന്ന് പറയുന്നതിന് അങ്ങനെയാണ്. ബംഗാളിൽ നിന്ന് ഒരാൾ രാഷ്ട്രപതി സ്ഥാനത്തേക്ക് മത്സരിക്കും, പ്രണബ് മുഖർജി മത്സരിക്കുമ്പോൾ CPM അടക്കം പിന്തുണ കൊടുക്കുന്നത് ബംഗാളിൽ പിടിച്ചു നിൽക്കണമെങ്കിൽ ബംഗാളി രാഷ്ട്രപതി സ്ഥാനത്തേക്ക് എത്തുമ്പോൾ അതിനെ എതിർക്കാൻ കഴിയില്ല. അപ്പോൾ അവരുടെ ഒരു ഏറ്റവും വലിയ പ്രൈഡാണ് ഈ പറയുന്നത് പോലെ വിവേകാനന്ദൻ. അപ്പോൾ വിവേകാനന്ദ പാറയിൽ വന്ന് അവിടെ വന്ന് ധ്യാനത്തിന് ബംഗാളിലെ 9 മണ്ഡലങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അവിടെ വന്ന് ധ്യാനത്തിനിരിക്കുമ്പോൾ സ്വാഭാവികമായും അത് ബംഗാളിലേക്ക് കൊടുക്കുന്ന സന്ദേശം ഞാൻ ശ്രീരാമകൃഷ്ണ പരമഹംസനൊപ്പമാണ്, വിവേകാനന്ദനൊപ്പമാണ്. മമതാ ബാനർജി നിൽക്കുന്നത് ഇവരെ എതിർത്ത് നിൽക്കുന്നവർക്ക് വേണ്ടിയാണ്, അല്ലെങ്കിൽ മുസ്ലിം സമുദായത്തിന് വേണ്ടിയാണ്. അവർ ഇവരെയൊക്കെ തള്ളി പറയുന്നു എന്നുള്ള ഒരു രാഷ്ട്രീയം കൂടി അതിലുണ്ട്. നമുക്ക് എന്തായാലും എനിക്ക് തോന്നുന്നു അരുൺ അവിടെ അവിടുന്നുള്ള വിശേഷങ്ങൾ കൂടി അറിഞ്ഞ ശേഷം ബാക്കി ശേഷം വരാം. അരുൺ, ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിന് പിന്നിലുള്ള രാഷ്ട്രീയം എന്നത് നോക്കുകയായിരുന്നു. കിരൺ ബാബു അത് വിശദമാക്കുകയായിരുന്നു. അരുൺ, ഇന്ന് വളരെ ദൃശ്യമാധ്യമങ്ങളെ സംബന്ധിച്ച് വിഷ്വലി വളരെ നല്ല ഒരു ട്വീറ്റാണ് കന്യാകുമാരിയിൽ നിന്ന് ഉണ്ടായിട്ടുള്ളത്. നമുക്ക് പലപ്പോഴായി ഇത്തരം ട്വീറ്റുകൾ പ്രധാനമന്ത്രി നൽകുകയും ചെയ്യാറുണ്ട്. ഇനിയിപ്പോൾ 3 ദിവസം അദ്ദേഹം അവിടെയാണ്, ധ്യാനം തുടങ്ങിയിരിക്കുന്നു. എന്താണ് അവിടെ നിന്നും ഏറ്റവും പുതുതായി നൽകാൻ കഴിയുന്ന വിവരങ്ങൾ? പ്രധാനമന്ത്രി 6 മണിയോടുകൂടിയാണ് വിവേകാനന്ദ പാറയിലെത്തിയത്. 5 മണിക്ക് ഹെലിപ്പാഡിൽ ഇവിടെ തമിഴ്നാട് ഹൗസിൻ്റെ ഹെലിപ്പാഡിൽ ഇറങ്ങുന്നു. അവിടെ നിന്ന് ഭഗവതി അമ്മൻ ക്ഷേത്രത്തിലെ ദർശനത്തിന് ശേഷം അവിടുത്തെ ആരാധനയ്ക്ക് ശേഷം അദ്ദേഹം ബോട്ടിൽ കേന്ദ്ര ഏജൻസികളുടെ വലിയ സുരക്ഷയ്ക്ക് നടുവിൽ അദ്ദേഹം വിവേകാനന്ദ പാറയിലെത്തുന്നു. ഇപ്പോൾ നമുക്ക് ആ ദൃശ്യങ്ങൾ അവിടെ നേരത്തെ ഈ അദ്ദേഹം കയറി ഒരു 6-7 മണി വരെ അവിടെ വലിയ കൃത്യമായ ദീപാലങ്കൃതമായിരുന്നു ആ പാറയുടെ മുഴുവൻ ഭാഗങ്ങളും. പക്ഷേ ഇപ്പോൾ അവിടെ അത്രയ്ക്കധികം അത്യാവശ്യം ലൈറ്റുകൾ മാത്രമാണ് ഉള്ളത്. തിരുവള്ളൂർ പ്രതിമയിൽ കുറച്ചുകൂടിയൊക്കെ ദീപ വിന്യാസം നമുക്ക് കാണാനാകും. പക്ഷേ ആ പാറ സാധാരണഗതിയിലുള്ള അത്രയും ലൈറ്റുകൾ മാത്രമാണ് പുറത്തുള്ളത്. അകത്ത് പ്രധാനമന്ത്രി ഉണ്ട്. അദ്ദേഹത്തിൻ്റെ സുരക്ഷയ്ക്കായി വലിയ സന്നാഹങ്ങൾ ഇന്ത്യയുടെ നാവിക സേനയും അതുപോലെ തന്നെ തീര സംരക്ഷണ സേനയുടെയും ഒക്കെ വലിയ ക്രമീകരണങ്ങൾ അവിടെ ഉണ്ട്. ഇതിൻ്റെ പല ഭാഗങ്ങളിലായി കൂറ്റൻ പടക്കപ്പലുകൾ തന്നെ നങ്കൂരമിട്ട് ഓരോ നിമിഷവും തീരത്തെ ചലനങ്ങൾ നിരീക്ഷിക്കുന്നു. വളരെ തന്ത്രപ്രധാനമായ ഒരു സ്ഥലം കൂടിയാണ് ഈ കന്യാകുമാരി, ഈ മുനമ്പ്. അതുകൊണ്ട് തന്നെ വളരെ ജാഗ്രതയോടുകൂടി സേനകൾ ഇവിടെ കാവൽ നിൽക്കുകയാണ്. ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഇനിയുള്ള ഈ 40-ലധികം മണിക്കൂറുകൾ ഈ വിവേകാനന്ദ പാറയിലാണ് ഉള്ളത്. അതിൻ്റെ എല്ലാ സുരക്ഷാ ക്രമീകരണങ്ങളും കടലിന് ചുറ്റും അതുപോലെ തീരത്തും ഒരുക്കിയിട്ടുണ്ട് ഇന്ത്യയുടെ സുരക്ഷാ ഏജൻസികൾ, ഇന്ത്യയുടെ സംരക്ഷണ സേനകൾ. പ്രധാനമന്ത്രി വരുന്ന സമയത്തൊക്കെ ഇവിടേക്ക് ആർക്കും ഈ
ത്രിവേണി സംഗമ കേന്ദ്രത്തിലേക്ക് പോലും ത്രിവേണി സംഗമത്തിലേക്ക് പോലും വരാൻ കഴിയാത്ത തരത്തിലുള്ള നിയന്ത്രണങ്ങൾ ഉണ്ടായിരുന്നു. ആളുകൾ ഇവിടേക്ക് കടത്തിവിടുന്നത്. പക്ഷേ ഇപ്പോൾ ഇവിടെ പതിവ് പോലെ പോലീസിൻ്റെ സന്നാഹം മാറ്റി നിർത്തിയാൽ, സുരക്ഷാ സംവിധാനം മാറ്റി നിർത്തിയാൽ മറ്റു കാര്യമായ തടസ്സങ്ങളില്ലാതെ ഇവിടുത്തെ വിനോദസഞ്ചാരികൾക്ക് ഇവിടെ വന്നു പോകാനുള്ള സംവിധാനമുണ്ട്. അവിടെ ശക്തമായ വലിയ സുരക്ഷ, അതോടൊപ്പം തന്നെ പ്രധാനമന്ത്രിയുടെ ധ്യാനം അവിടെ തുടങ്ങിക്കഴിഞ്ഞ സാഹചര്യവും. അരുൺ, ഇതിന് പിന്നിൽ പല രാഷ്ട്രീയങ്ങൾ ഉണ്ട്. അത് ബംഗാളിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെടുത്തി ചൂണ്ടിക്കാണിക്കുന്നു. തമിഴ്നാട്ടിലേക്കുള്ള പ്രധാനമന്ത്രിയുടെ വരവ് ഈ വർഷം തന്നെ 7ാം തവണയാണ്. അദ്ദേഹം അവിടെ നിരവധി ക്ഷേത്രങ്ങൾ തെരഞ്ഞെടുപ്പിന് മുൻപും പിമ്പുമായിട്ടൊക്കെ സന്ദർശിക്കുന്ന സാഹചര്യവും ഒക്കെ ഉണ്ടായിരുന്നു. വലിയ രീതിയിലുള്ള വിമർശനവും പ്രധാനമന്ത്രിക്ക് ഈ സന്ദർശനത്തിൽ നേരിടേണ്ടി വരുന്നുണ്ട്. തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ഉൾപ്പെടെ സമീപിക്കുന്നു. ഇനി കോടതിയെ സമീപിക്കാനുള്ള നീക്കമുണ്ട് പ്രതിപക്ഷ പാർട്ടികൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇത്തരം ഒരു ധ്യാനത്തിന് തടസ്സം നിൽക്കാത്തത് കൊണ്ട് തന്നെ, അല്ലെങ്കിൽ അതിൽ ഒരു നടപടിയും സ്വീകരിക്കാത്തത് കൊണ്ട് തന്നെ സമാനമായ നിലയിൽ പ്രതിഷേധിക്കാനൊക്കെയുള്ള തീരുമാനമെടുത്തിട്ടുണ്ട്. തമിഴ്നാട്ടിൽ അത്തരം പ്രതിഷേധങ്ങൾ ഇനിയിപ്പോൾ മറ്റന്നാൾ വരെ പ്രധാനമന്ത്രി അവിടെയുണ്ട്. അപ്പോൾ കൂടുതൽ പ്രതിഷേധങ്ങളിലേക്ക് പോകുമോ? അത്തരമൊരു പ്രതിഷേധ ഇടമായി കൂടി അവിടെ മാറുമോ? അതിനൊരു സാധ്യത തള്ളിക്കളയാനാകില്ല. കാരണം ഈ പ്രധാനമന്ത്രിയുടെ മൗന വ്രതം അല്ലെങ്കിൽ മൗനത്തിലിരുന്നു കൊണ്ട് അദ്ദേഹം ധ്യാനത്തിലാണെങ്കിലും അതിന് വലിയ ഇമ്പാക്റ്റ് ഉണ്ടാകുമെന്ന ആശങ്ക പ്രതിപക്ഷത്തിനും. അതുകൊണ്ടാണ് സ്വാഭാവികമായും അവർ ഇത്തരത്തിലുള്ള പ്രതിഷേധവുമായി വരുന്നത്. കാരണം അദ്ദേഹം നിശബ്ദ പ്രചരണത്തിൻ്റെ ദിവസമാണ്. നിശബ്ദമായി അദ്ദേഹം ഇവിടെ എല്ലാ തിരക്കുകളിൽ നിന്നും, എല്ലാ ബഹളങ്ങളിൽ നിന്നും, എല്ലാ ആൾക്കൂട്ടങ്ങളിൽ നിന്നും അകന്ന് അദ്ദേഹം ഈ വിവേകാനന്ദ പാറയിൽ ധ്യാനമിരിക്കുമ്പോഴും അതിനു പിന്നിൽ വലിയ ഇളക്കമുണ്ടാകും. അത് വലിയ രാഷ്ട്രീയ ഇളക്കമായി മാറും. അതിൽ വലിയ നേട്ടങ്ങൾ BJPക്ക് ഉണ്ടാകും എന്ന ആശങ്കയാണ് പ്രതിപക്ഷത്തിനുള്ളത്. അദ്ദേഹം ഇവിടെ മൗനത്തിലാണെങ്കിലും വ്രതത്തിലാണെങ്കിലും ധ്യാനത്തിലാണെങ്കിലും പക്ഷേ ഈ ഒരു സന്ദേശം, അദ്ദേഹത്തിൻ്റെ ധ്യാനം നൽകുന്ന സന്ദേശം വളരെ വലുതാണ്. അത് കൃത്യമായ ലക്ഷ്യത്തോടുള്ളതാണ്. പ്രത്യക്ഷത്തിൽ മൗനമെന്ന് തോന്നാമെങ്കിലും വലിയ രാഷ്ട്രീയ ലക്ഷ്യത്തോടു കൂടിയുള്ള നീക്കമാണ് പ്രധാനമന്ത്രിയുടെ എന്ന വിലയിരുത്തലാണ് പൊതുവിൽ പ്രതിപക്ഷത്തിന് ഉള്ളത്. അതുകൊണ്ടാണ് അവർ അത്തരത്തിലുള്ള പ്രതിഷേധവുമായി രംഗത്ത് വരുന്നത്. ഒരുപക്ഷെ ഇന്ന് ഇവിടേക്ക് എത്താനും പ്രതിഷേധിക്കാനും ഒക്കെ ചില തടസ്സങ്ങൾ സ്വാഭാവിക പ്രധാന സുരക്ഷയുടെ ഭാഗമായുള്ള നിയന്ത്രണങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ നാളെ ഒരുപക്ഷെ അതിനപ്പുറത്തേക്കുള്ള പ്രത്യക്ഷ സമരങ്ങളിലേക്ക് കോൺഗ്രസോ മറ്റും പാർട്ടികളുമൊക്കെ കടക്കാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല. പക്ഷെ അതൊന്നും പ്രധാനമന്ത്രിയുടെ ഇവിടുത്തെ ധ്യാനത്തെ ബാധിക്കില്ല. അദ്ദേഹം വളരെ സുരക്ഷിതമായി ഇന്ത്യയുടെ സേനകളുടെ വളരെ ജാഗ്രതയോടുകൂടിയുള്ള സുരക്ഷയിൽ അദ്ദേഹം ഇവിടെ ധ്യാനമിരിക്കും. ആ ധ്യാനം ഒരുപക്ഷെ ഈ അവസാനഘട്ട തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ വലിയ രാഷ്ട്രീയ ലക്ഷ്യങ്ങളോടുള്ള, വലിയ രാഷ്ട്രീയ മാനങ്ങളുള്ള ഒരു നീക്കമായി തന്നെയാണ് പ്രതിപക്ഷം വിലയിരുത്തുന്നത്. അത് ഏതൊക്കെ തരത്തിൽ ഈ തെരഞ്ഞെടുപ്പിൻ്റെ അവസാന ഘട്ടത്തെ ബാധിക്കും, പ്രത്യേകിച്ചും എത്രത്തോളം സാധ്യമെന്ന് ഈ ഘട്ടത്തിൽ പറയാൻ കഴിയില്ലെങ്കിലും ഭരണത്തിൽ നിന്ന് BJP തൂത്തെറിയപ്പെടുമെന്ന വലിയ പ്രതീക്ഷ, വലിയ ആത്മവിശ്വാസം പ്രതിപക്ഷ കക്ഷികൾ ഇന്ത്യ മുന്നണി മുന്നോട്ട് വയ്ക്കുന്നു. BJP ഒരിക്കലും അത് അംഗീകരിക്കാൻ തയ്യാറല്ല. അവർ ഇപ്പോൾ തന്നെ കർത്തവ്യപഥിൽ തെരഞ്ഞെടുപ്പിനുള്ള സത്യപ്രതിജ്ഞയ്ക്കുള്ള തീയതി കുറിച്ച് അവിടെ അതിനുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. അപ്പോഴും പ്രതിപക്ഷം അത്തരം പ്രതീക്ഷയിൽ നിൽക്കുമ്പോൾ ഈ ഒരു അവസാനവട്ടം ഒരു തുറുപ്പ് ചീട്ടായി ഭരണം കയ്യിൽ നിന്ന് പോകുമെന്ന ആശങ്കയിൽ ഒരു തുറുപ്പ് ചീട്ടായാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇവിടെ ധ്യാനത്തിലെത്തുന്ന വിലയിരുത്തലാണ് പ്രതിപക്ഷത്തിനുള്ളത്. എത്രത്തോളം അത് ആ രീതിയിൽ പോകുമെന്നല്ല എങ്കിലും ഒരു ചരിത്രപരമായ ഒരു നീക്കം തന്നെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയിരിക്കുന്നത്. ഏക ഇന്ത്യൻ പ്രധാനമന്ത്രി ഇത്തരത്തിൽ ഇവിടെ വിവേകാനന്ദ പാറയിൽ ധ്യാനത്തിലിരിക്കുന്നു. 2 രാപകലുകൾ അദ്ദേഹം ഇവിടെ ധ്യാനമിരിക്കും. അതെങ്ങനെ ഇന്ത്യൻ രാഷ്ട്രീയത്തെ മാറ്റിമറിക്കും, എങ്ങനെ ആ തെരഞ്ഞെടുപ്പിന്റെ അവസാന ഘട്ടത്തെ 7ാം ഘട്ടത്തെ സ്വാധീനിക്കുമെന്നൊക്കെ ജൂൺ 4-ന് അറിയാനാകും. തീർച്ചയായും. എന്തായാലും അരുൺ സൂചിപ്പിച്ചതുപോലെ ചരിത്രപരമാണ്, ഒപ്പം തന്നെ തന്ത്രപരവുമാണ് ഈ സന്ദർശനം. ഈ ദിവസങ്ങളിൽ ധ്യാനത്തിൽ ഏർപ്പെടാനുള്ള പറഞ്ഞ പോലെ ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രി എന്നൊക്കെ പറയുമ്പോൾ ഇതിനു മുമ്പ് ഇന്ത്യൻ പ്രധാനമന്ത്രിമാരും പ്രധാനമന്ത്രിയായ സമയത്ത് പോയി ക്ഷേത്രങ്ങൾക്ക് ധ്യാനത്തിലിരുന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ആദ്യ ഇന്ത്യൻ എവിടെ ധ്യാനത്തിലിരുന്നാലും അത് ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രിയായി തന്നെ ഇതിനകത്ത് എനിക്ക് തോന്നുന്നു രേണുക ഒരു വലിയ രാഷ്ട്രീയത്തിന്റെ ഈ ധ്യാനത്തിലൂടെ തന്നെ ഈ പ്രതിപക്ഷ പാർട്ടികളാകെ ഇപ്പോൾ ഇതിനെതിരെ കോടതിയെ സമീപിക്കുന്നു, തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിക്കുന്നു. അപ്പോൾ കഴിഞ്ഞ തവണയും ധ്യാനത്തിലിരിക്കുമ്പോൾ അദ്ദേഹം ഒറ്റയ്ക്ക് ധ്യാനത്തിലിരിക്കുകയല്ല, അതിന്റെ ചിത്രങ്ങളും ദൃശ്യങ്ങളും ഒക്കെ പുറത്തു വിടുന്നുണ്ട്. അത്തരം ഒരു ദൃശ്യങ്ങൾ സ്വാഭാവികമായും ഇവിടെ നിന്നും CPM ഒക്കെ സമീപിച്ച ദൃശ്യങ്ങൾ പുറത്തുവിടും. ധ്യാനത്തിലിരിക്കുകയാണെങ്കിൽ ഇരിക്കാം, പക്ഷേ അദ്ദേഹം അതിന്റെ ദൃശ്യങ്ങൾ പ്രദർശനത്തിന് ഉപയോഗിക്കരുത് എന്നുള്ളതാണ്. പക്ഷേ കോടതി അതും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തടഞ്ഞിട്ടില്ല. അപ്പോൾ സ്വാഭാവികമായും കഴിഞ്ഞ തവണത്തെ പോലെയൊക്കെ തന്നെ നമുക്ക് മോദിയുടെ ദൃശ്യം
ദൃശ്യങ്ങൾ കഴിഞ്ഞ തവണ ധ്യാനത്തിരുന്ന ദൃശ്യങ്ങളൊക്കെ പുറത്തു വന്നതാണ്. പല വിമർശനങ്ങളും ട്രോളുകളും ആ ദൃശ്യങ്ങളുമായി ബന്ധപ്പെട്ട് ഉണ്ടാകാൻ പോകുന്ന ഒരു ഇമ്പാക്റ്റ് ഉണ്ട്. ഇത്തരമൊരു ദൃശ്യത്തിലേക്ക് ഒരു രാഷ്ട്രീയ നേതാവ് എന്നതിനപ്പുറത്തേക്ക് മതപരമായി നിൽക്കുന്ന ഒരു ആചാര്യൻ അല്ലെങ്കിൽ ഒരു ആത്മീയ ആചാര്യൻ അല്ലെങ്കിൽ ഹിന്ദു മതത്തെ ആകെ ഇന്ത്യയിൽ പ്രതിനിധീകരിക്കുന്ന വ്യക്തി അല്ലെങ്കിൽ ഹിന്ദു മതത്തിന്റെ ബയോളജിക്കൽ അല്ല എന്ന് പറഞ്ഞ് വിവാദം മുടങ്ങും മുൻപാണ് പ്രധാനമന്ത്രി അവിടേക്ക് എത്തിയിരിക്കുന്നത്. അദ്ദേഹം ഇപ്പോൾ തന്നെ അദ്ദേഹത്തിന്റെ ദൃശ്യങ്ങൾ കാണുമ്പോൾ സ്വയം ഒരു ദൈവികത അദ്ദേഹം പറയുന്നു. അത് പ്രവൃത്തിയിലും നടപ്പിലും നിപ്പിലും ഒക്കെ അദ്ദേഹത്തിന് വരിക. സ്വാഭാവികമായും ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിൽ പ്രത്യേകിച്ച് അത് വലിയ രീതിയിൽ സ്വാധീനിക്കാൻ ഇടയുള്ള ഒന്ന് തന്നെയാണ്. പ്രത്യേകിച്ച് ഇന്ത്യയിലെ മഹാഭൂരിപക്ഷം വരുന്ന ആളുകളുടെ മതത്തെ പ്രതിനിധീകരിക്കുന്ന ഒരു വ്യക്തിയായി ഒരു രാഷ്ട്രീയ നേതാവെന്നോ പ്രധാനമന്ത്രി എന്നോ നിലയ്ക്കൊക്കെ വരുമ്പോഴാണ് രാഷ്ട്രീയമായ ഭരണത്തിന്റെ വീഴ്ചകളൊക്കെ ചർച്ചയാവുന്നത്, അല്ലെങ്കിൽ ഭരണവീഴ്ചയുടെ കുറ്റപ്പെടുത്തലുകളൊക്കെ വരുന്നത്. പക്ഷേ ഇവിടെ മോദിയെ ഇതിനു വേണ്ടി കുറ്റപ്പെടുത്തിയാൽ, ധ്യാനത്തിലിരിക്കുന്നതിനെ കുറ്റപ്പെടുത്തുമ്പോൾ ഉണ്ടാകുന്ന ഒരു വിഷയം, ഒരു ഹിന്ദുവിന് ധ്യാനത്തിലിരിക്കുന്ന നിങ്ങൾക്ക് പള്ളിയിൽ പോയാൽ, ഇന്ന് പലരും നമ്മുടെ പൊതുവേദികളൊക്കെ പ്രതികരിച്ചു, പള്ളിയിൽ പോയാൽ നിങ്ങൾക്ക് പ്രശ്നമില്ലല്ലോ, മോദി പള്ളിയിൽ പോയിട്ടുണ്ടല്ലോ, എന്നുള്ള ചോദ്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നരേന്ദ്രമോദി അദ്ദേഹത്തിന് ധ്യാനിക്കാൻ അവകാശമുള്ള ഒരു ഹിന്ദുവിന് ധ്യാനം അവൻ്റെ ഒരു ആത്മീയതയുടെ ഭാഗമാണ്, അങ്ങനെ ധ്യാനിക്കുന്നതിന് കുഴപ്പമില്ല എന്നുള്ള ചോദ്യം വരുന്നു. എന്തായാലും ഈ വരുന്ന 2 ദിവസങ്ങൾ ഈ വിഷയം നാളെ എന്തായാലും എല്ലാ പത്രങ്ങളുടെയും 1-ാം പേജിലെ പ്രധാന വാർത്തയോ അല്ലെങ്കിൽ ചിത്രവും ഒക്കെ ആയിരിക്കും. ഇന്ത്യയിലെ മുഴുവൻ പ്രാദേശിക ചാനലുകളും ദേശീയ ചാനലുകളും അടക്കം ഇതിൻ്റെ ദൃശ്യങ്ങൾ സംപ്രേഷണം ചെയ്യും. അപ്പോൾ ജനങ്ങളുടെ മനസ്സിൽ ഒന്നാമതായി നിൽക്കുന്നത് ഈ ചിത്രവും അല്ലെങ്കിൽ ഈ ദൃശ്യങ്ങളും ഒക്കെ തന്നെയാണ്. അപ്പോൾ സ്വാഭാവികമായും ഇതുവരെ ഉണ്ടായിരുന്ന രാഷ്ട്രീയമായി മോദിക്കെതിരെ ഉണ്ടായിരുന്ന എതിർപ്പുകളെ മാറ്റിവെക്കുകയും ഞങ്ങളുടെ സ്വന്തം മതത്തിൻ്റെ ഒരു ആചാര്യൻ അല്ലെങ്കിൽ ആ മതത്തിനെ പ്രതിനിധീകരിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയ്ക്ക് മോദിക്കെതിരെയുള്ള ആരോപണങ്ങൾ കുറയ്ക്കപ്പെടുകയും ഈ വരുന്ന തെരഞ്ഞെടുപ്പിലെങ്കിലും അല്ലെങ്കിൽ ഈ വരുന്ന അവസാന ഘട്ടത്തിലെങ്കിലും അത് BJPക്ക് ഒരു പരിധിവരെയെങ്കിലും അനുകൂലമാകുന്ന ഒരു അവസ്ഥയിലേക്ക് വരും എന്നൊരു പ്രതീക്ഷ കൂടി BJPക്ക് സ്വാഭാവികമാണ്. എങ്ങനെയാണ് BJP തന്ത്രങ്ങൾ ഒരുക്കിയതെന്ന് നമ്മൾ നോക്കിയാൽ, ആദ്യം വികസനം പറയുന്നു, 2-ാം ഘട്ടത്തിൽ മുതൽ ഇങ്ങോട്ട് ഹിന്ദുത്വ വികാരം ഉണർത്താൻ പറ്റുന്ന തരത്തിൽ പറയുന്നു, വർഗീയ പരാമർശങ്ങളിലേക്ക് നീങ്ങുന്നു, അങ്ങനെ ഏറ്റവും ഒടുവിൽ 7-ാം ഘട്ടത്തിലും കൃത്യമായ തന്ത്രങ്ങളാണ് ഈ പരീക്ഷിക്കപ്പെടുന്നത്. ഇവിടെ കിരൺ, ഈ പ്രചരണം ഏതാണ്ട് പ്രധാനമന്ത്രി 80 ദിവസത്തോളം തുടർച്ചയായി നടത്തിയ പ്രചാരണ പരിപാടികളുടെ അവസാനത്തെ ഒരു റെസ്റ്റ് എന്നുകൂടി വേണമെങ്കിൽ ഈ ധ്യാനത്തെ കാണാം. അത്രമാത്രം രാജ്യത്തുടനീളം ഓടി നടന്നുള്ള പ്രചാരണമായിരുന്നു. പക്ഷേ ഇത് തുടങ്ങുന്നത് തെക്ക് നിന്നാണ്. നമുക്കറിയാം, അയോധ്യയിൽ കേരളത്തിലെ ക്ഷേത്രങ്ങൾ പരാമർശിക്കുന്നു, ഇവിടെ വരുന്നു, ഗുരുവായൂരിൽ അമ്പലത്തിൽ പോകുന്നു, തൃശ്ശൂരിൽ രാമക്ഷേത്രത്തിൽ പോകുന്നു, അതുവഴി തമിഴ്നാട്, ആന്ധ്ര കറങ്ങി ഇങ്ങനെയുള്ള ക്ഷേത്രങ്ങളിലൊക്കെ ദർശനം നടത്തി. വാരണാസിയിൽ കാലഭൈരവന്റെ ക്ഷേത്രത്തിൽ സന്ദർശനം നടത്തിയതിനു ശേഷമാണ് പത്രിക കൊടുക്കുന്നത്. ഏറ്റവും ഒടുവിൽ അത് തെക്കാണ് അവസാനിക്കുന്നത്. ഈ 400 ലക്ഷ്യമാക്കിയപ്പോൾ തന്നെ തെക്ക് BJP ലക്ഷ്യമിടുന്നു എന്ന് കണ്ടിരുന്നു. അപ്പോൾ ബംഗാളിനൊപ്പം തെക്കും കൂടി ലക്ഷ്യമിട്ടുകൊണ്ടാണ് ഈ ബംഗാൾ പ്രൈഡിനെ കുറിച്ച് പറഞ്ഞു. തമിഴ്നാടിന്റെ ഏറ്റവും വലിയ പ്രൈഡാണ് തിരുവള്ളുവർ, പോയറ്റും ഫിലോസഫറും ഒക്കെ ആയിട്ടുള്ള തിരുവള്ളുവർ. അപ്പോൾ ആ പ്രൈഡിൽ തട്ടി തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പ് അവസാനിക്കുന്നത്. അത് ഇപ്പോൾ എന്തായാലും ഒരു സഡൻ ഇമ്പാക്റ്റിന് വേണ്ടിയുള്ള ഒന്നായിരിക്കും. ചിലപ്പോൾ BJPയുടെ ഒരു ദീർഘകാല ലക്ഷ്യത്തിലേക്ക് ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ എന്തായാലും തമിഴ്നാട്ടിലെ തെരഞ്ഞെടുപ്പ് പ്രക്രിയകൾ അവസാനിച്ചു കഴിഞ്ഞു. പ്രത്യേകിച്ച് തമിഴ്നാടിനെ സംബന്ധിച്ച് ഇനി അത് ഉടനെ പ്രത്യേകിച്ച് ഒരു വികാരമൊന്നും ഉണ്ടാക്കാനില്ല. പിന്നെ വേണമെങ്കിൽ അടുത്ത തെരഞ്ഞെടുപ്പുകൾക്കൊക്കെ പറയാം. അങ്ങനെ തെരഞ്ഞെടുപ്പ് കാലത്ത് മാത്രമല്ല, അതിനുശേഷവും ഇവിടെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടും പ്രധാനമന്ത്രി വന്നത് ഇവിടേക്കാണ്, തമിഴ്നാട്ടിലേക്കാണ് വന്നത്. അത് വരുന്ന കാലത്ത് ഭാവിയിലേക്ക് കൂടി മുൻകൂട്ടി കണ്ടുകൊണ്ടുള്ള ചിലപ്പോൾ ഒരു നീക്കമാവും. പക്ഷേ ഇതിൻ്റെ ഏറ്റവും സഡൻ ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് ഞാൻ ഈ പറഞ്ഞതാണ്. ഇനിയിപ്പോൾ നടക്കാൻ പോകുന്ന മണ്ഡലങ്ങളിലെ തെരഞ്ഞെടുപ്പുകളിൽ അവിടെ അത് ശക്തമായ രീതിയിലേക്ക് BJPക്ക് അനുകൂലമായ രീതിയിൽ ഇതുവരെ പറഞ്ഞ രാഷ്ട്രീയമായ എതിർപ്പുകളോ അല്ലെങ്കിൽ വിലക്കയറ്റം അല്ലെങ്കിൽ ആളുകൾക്ക് തൊഴിലില്ലായ്മയുടെ വിഷയങ്ങൾ വരുന്നു, അല്ലെങ്കിൽ BJP ഉന്നയിച്ച വാഗ്ദാനങ്ങൾ പാലിക്കപ്പെടില്ല എന്നുള്ള ഒരു ആക്ഷേപങ്ങൾ വരുന്നു. സാധാരണ ജനങ്ങൾ സ്വാഭാവികമായും അവരുടെ അസംതൃപ്തി കഴിഞ്ഞ 10 വർഷത്തെ ഭരണത്തോട് ഏത് ഭരണത്തോടായാലും ഉണ്ടാകാവുന്ന ഒരു ഭരണവിരുദ്ധ വികാരം ഇതെല്ലാം ഒരു രാഷ്ട്രീയ നേതാവിനോടോ രാഷ്ട്രീയ പാർട്ടിയോടോ ഉണ്ടാവേണ്ടതാണ്. അതൊരിക്കലും ഒരു മത നേതാവിനോടോ മതത്തിൻ്റെ ആത്മീയതയെ പ്രതിനിധീകരിക്കുന്ന ഒരു വ്യക്തിയോടോ ഉണ്ടാവേണ്ടതല്ല. ഈ ഏറ്റവും അവസാന ഘട്ടത്തിൽ രേണുക ആദ്യം പറഞ്ഞതുപോലെ ആദ്യം വികസനം പറഞ്ഞു, മോദിയുടെ വികസനം, മോദിയുടെ ഗ്യാരണ്ടി പറഞ്ഞു. മോദിയുടെ ഗ്യാരണ്ടി പറഞ്ഞ് 1-2 ഘട്ടം കഴിഞ്ഞപ്പോഴേക്കും സ്വാഭാവികമായും BJPക്ക് ആ തരത്തിലേക്ക് ഒരു മുന്നേറ്റം ഉണ്ടാകുന്നില്ല എന്നുള്ള ഒരു റിപ്പോർട്ടുകൾ വന്നതിനെ തുടർന്ന് പതിയെ മതത്തെക്കുറിച്ച് പറയാൻ തുടങ്ങി. അത് ഒരു പരിധിയൊക്കെ വിട്ട് ഏറ്റവും അവസാനം ഈ അയോധ്യയിലെ ക്ഷേത്രം അയോധ്യയിൽ ഉത്തർപ്രദേശിൽ പരാജയപ്പെട്ട് കഴിഞ്ഞാൽ ഇന്ത്യ മുന്നണി വന്നാൽ അയോധ്യയിലെ ക്ഷേത്രം ബുൾഡോസർ കൊണ്ട് നശിപ്പിക്കുമെന്ന് പറയുന്നു. 2 മുസ്ലിങ്ങൾക്ക് പ്രത്യേകം ബജറ്റ് ഉണ്ടാക്കുമെന്ന് രാജ്യത്തെ പ്രധാനമന്ത്രി തന്നെ പറയുന്നു. ഇന്നൊരു വിഷയം കൂടി ശ്രദ്ധിക്കണം. ഈ മൻമോഹൻ സിംഗ് സാറിന് ഈ രാഷ്ട്രീയത്തിൽ അങ്ങനെ ഒരു പരിധിവരെ UP മത്സരിക്കുമ്പോൾ പോലും ഒരു പരിധിക്കപ്പുറം
അങ്ങനെ അറ്റാക്ക് ചെയ്ത് വർത്തമാനം പറയുകയോ അല്ലെങ്കിൽ അത്തരത്തിൽ രാഷ്ട്രീയം പറയുകയോ ഒന്നും ചെയ്യുന്ന ഒരാളല്ല. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി ആദ്യമായിട്ടാണ് ഈ തരത്തിലേക്ക് ജനങ്ങളെ വിഭജിക്കുന്ന തരത്തിലേക്ക് പ്രതികരിക്കുന്നത്. അതിന് മോദിയെ പരസ്യമായി കുറ്റപ്പെടുത്തിക്കൊണ്ട് തന്നെ അത്യപൂർവ സന്ദർഭങ്ങളിൽ മാത്രമാണ് മൻമോഹൻ സിംഗ് അത്തരത്തിൽ പ്രതികരിച്ചിട്ടുള്ളത്. നോട്ട് നിരോധനം ഇവിടെ അവിടെയുള്ള വിഷയങ്ങളടക്കം അത് വല്ലപ്പോഴുമാണ്. അങ്ങനെ മറ്റ് രാഷ്ട്രീയ നേതാക്കളെ പോലെ ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ പ്രതികരണം നടത്തുന്ന ഒരാളല്ല. അല്ലെങ്കിൽ എതിരാളികളെ ഒരു മാന്യതയ്ക്കപ്പുറം വിട്ട് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു ഡിപ്ലോമസിയൊക്കെ വെച്ചുകൊണ്ട് മാത്രം പറയുന്നതാണ്. അദ്ദേഹം പോലും ഈ തവണ പറഞ്ഞിരിക്കുന്നു, ഒരു പ്രധാനമന്ത്രി എന്നല്ല ഇന്ത്യയിൽ ആദ്യമായിട്ടാവും ഒരു പ്രധാനമന്ത്രി ഇത്തരത്തിലേക്ക് ഒരു തരത്തിൽ പറഞ്ഞാൽ മതത്തെ ആയുധമാക്കിക്കൊണ്ട് ആളുകളെ വിഭജിക്കുന്ന തരത്തിലേക്ക് സംസാരിക്കുന്നത് എന്നടക്കം പറയുന്നു. ആ തരത്തിലേക്കാണ് ആദ്യഘട്ടത്തിലെ ഈ ഘട്ടം വരെ, ഈ 6ാം ഘട്ടം വരെ പോയത്. ഏകദേശം ഒരു 3ാം ഘട്ടം മുതൽ 6ാം ഘട്ടം വരെ ഇത്തരത്തിലേക്കുള്ള വർഗീയ പരാമർശങ്ങൾ അല്ലെങ്കിൽ ഇന്ത്യയിൽ ഹൈന്ദവരെ ഐക്യപ്പെടുത്തുക, അതിന് ഏതെങ്കിലും തരത്തിൽ ജാതീയമായ വ്യത്യാസങ്ങളൊക്കെ മാറ്റിക്കൊണ്ട് ഹിന്ദു ഐക്യമുണ്ടാക്കുക, അതിന് മുസ്ലിമിനെ പ്രതിസ്ഥാനത്ത് നിർത്തുക അല്ലെങ്കിൽ ശത്രുപക്ഷത്ത് നിർത്തുക എന്നുള്ള തരത്തിൽ തന്നെ വളരെ ബോധപൂർവമായ പ്രചരണം പ്രധാനമന്ത്രിയും അമിത്ഷായും ഒക്കെ തന്നെ നേരിട്ട്, അല്ലെങ്കിൽ താഴെത്തട്ടുള്ള നേതാക്കളോ രണ്ടാം തരം നേതാക്കളോ അല്ല എന്ന് ഓർക്കണം. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഏറ്റവും അവസാന ഘട്ടത്തിലേക്ക് വരുമ്പോൾ ആ പ്രചരണം കൂടി നിർത്തിയിട്ട് അതിനപ്പുറത്തേക്ക് ഒരു ആത്മീയതയുടെ തലത്തിലേക്ക്, മോദി എന്ന് പറയുന്നത് ഒരു പ്രധാനമന്ത്രിയോ രാഷ്ട്രീയക്കാരനോ മാത്രമല്ല, ഒരു ആത്മീയ നേതാവാണ്. ആ ഒരു തലത്തിലേക്ക് വരുന്നു. ഈ പറഞ്ഞ മൗനവ്രതം ധ്യാനം എന്നൊക്കെ പറഞ്ഞു വരുമ്പോൾ സ്വാഭാവികമായും ആളുകൾക്ക് ആ ധ്യാനത്തോടോ ഇതൊന്നും ചെയ്യുന്ന ആളുകൾ ആരെങ്കിലും മഹാഭൂരിപക്ഷം വരും. പക്ഷേ ധ്യാനിക്കുന്ന ആളുകളോട് അല്ലെങ്കിൽ അത്തരം ആത്മീയതയോട് എപ്പോഴും മനുഷ്യനൊരു ആദരവുണ്ട്, അല്ലെങ്കിൽ അത് ചെയ്യുന്ന ആളുകളോട് എപ്പോഴും ഒരു ബഹുമാനമുണ്ട്. അത് മോദിയിലേക്ക് എത്തിക്കാൻ കഴിയുക. അങ്ങനെയാണെങ്കിൽ സ്വാഭാവികമായും ഈ വരുന്ന അവസാന ഘട്ടത്തിലെങ്കിലും ഒരു പരിധി വരെയെങ്കിലും വോട്ട് പിടിച്ചു നിർത്താൻ കഴിയും എന്നൊരു പ്രതീക്ഷ ബിജെപിക്ക്. കൃത്യമായ പ്ലാനിങ്ങോട് കൂടിയാണ് ആ നീക്കങ്ങൾ. കിരൺ, ഇവിടെ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ചിട്ടുണ്ട് പ്രതിപക്ഷ പാർട്ടികൾ. വേണമെങ്കിൽ കോടതിയെ സമീപിക്കാനുള്ള സാധ്യത തേടും എന്ന പ്രതിപക്ഷ പാർട്ടികളുടെ ഭാഗത്തു നിന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും അദ്ദേഹം ധ്യാനം തുടങ്ങി. മറ്റ് പ്രത്യക്ഷമായിട്ടുള്ള പ്രതിഷേധമെന്ന് പറയുമ്പോൾ പോലും ഇതുപോലെ ധ്യാനമിരിക്കുന്ന തരത്തിലുള്ള പ്രതിഷേധ രൂപങ്ങൾ ഉണ്ടാകും എന്ന ചില ആഹ്വാനങ്ങൾ തമിഴ്നാട്ടിൽ നിന്നുണ്ട്. അതിനപ്പുറം കടന്ന് ഒരു പ്രതിഷേധമോ വാക്കുകൾ കൊണ്ടുള്ള കടന്നാക്രമണമോ ഈ കാര്യത്തിൽ ഉണ്ടാകാതിരിക്കാനുള്ള ഒരു ജാഗ്രത പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകണ്ടേ? അല്ലെങ്കിൽ വലിയ ഡാമേജ് അവരെ സംബന്ധിച്ചും ഉണ്ടാകില്ലേ? അത് തന്നെയാണ് ഏറ്റവും പ്രധാനം. പ്രതിപക്ഷത്തിന് ഇപ്പോൾ ഇങ്ങനെ ധ്യാനത്തിന് അദ്ദേഹം ഇരിക്കുന്നു. ഇനി നാളെ എന്തായാലും ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സംബന്ധിച്ച് ഇതുവരെയുള്ള അദ്ദേഹത്തിൻ്റെ പരാമർശങ്ങളെ സംബന്ധിച്ചുള്ള നിരീക്ഷണങ്ങളൊക്കെ നമ്മൾ കേട്ടതാണ്. അപ്പോൾ നമുക്കറിയാം അതിനപ്പുറത്തേക്ക് ഏത് തരത്തിലേക്ക് ഒരു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അതിനപ്പുറത്തേക്ക് ഒരു നിലപാട് സ്വീകരിക്കുന്ന ഒരു കമ്മീഷനൊന്നുമല്ല ഉള്ളത്. ഏതെങ്കിലും തരത്തിൽ ഈ കമ്മീഷൻ തടഞ്ഞു എന്ന് വരിക, കോൺഗ്രസിൻ്റെ പരാതിയിൽ നരേന്ദ്രമോദിയുടെ ധ്യാനം മുടക്കി എന്ന് കരുതുക. അങ്ങനെ ഉണ്ടെങ്കിൽ ഈ ധ്യാനത്തിൻ്റെ എത്രയോ ഇരട്ടി എഫക്റ്റ് ആവും ഇന്ത്യൻ രാഷ്ട്രീയത്തിലേക്ക് വരുന്ന തെരഞ്ഞെടുപ്പ് ദിവസങ്ങളുണ്ടാകുക. അതുകൊണ്ട് തന്നെ പ്രതിപക്ഷത്തെ സംബന്ധിച്ച് ഇത് എപ്പോഴും ഒരു വെട്ടാണ്. പ്രതിപക്ഷത്തിന് ഈ തെരഞ്ഞെടുപ്പിലെ ഓരോ ഘട്ടമെടുത്താലും മനസ്സിലാകും നമുക്ക്. ആദ്യം ഒരു ഘട്ടത്തിൽ അദ്ദേഹം CAA നടപ്പാക്കുന്നു. CAA നടപ്പാക്കുമ്പോൾ CAAക്കെതിരെ കാര്യമായിട്ടൊന്നും പറയാൻ കഴിയുന്നില്ല. എന്നിട്ട് മോദി തന്നെ വന്ന് പരസ്യമായി വെല്ലുവിളിക്കുന്നു. ആരെങ്കിലൂടെ CAA ഞാൻ നടപ്പാക്കിയിരിക്കും എന്ന് ഉറപ്പിച്ച് വെല്ലുവിളിക്കുന്നു. അവിടെയും പ്രതിപക്ഷത്തിന് പറയാൻ കഴിയുന്നില്ല. പ്രതിപക്ഷം അത്തരം ഒരു അഭിപ്രായ പ്രകടനത്തിലേക്ക് വന്നാൽ അതിന് തിരിച്ചടി ഉണ്ടാവുന്നത്, ചില ഗെയിമൊക്കെ കളിക്കുന്നത് തിരിച്ചടി ഉണ്ടാവണം എന്നുകൂടി ആഗ്രഹിച്ചാവും രാഷ്ട്രീയത്തിൽ ഗെയിം കളിക്കുന്നത്. ഓരോ ഘട്ടത്തിലും എങ്ങനെ പ്രയോജനപ്പെടുത്തി എന്ന് നോക്കണം. തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപാണ് ചട്ടം രൂപീകരിച്ചുകൊണ്ടുള്ള നോട്ടിഫിക്കേഷൻ വരുന്നത്. അത് ഈ രാജ്യമെമ്പാടും ചർച്ച ചെയ്തു. അതിനുശേഷം ബംഗാളിൽ ഒരു ഘട്ടം നടക്കാനിരിക്കുന്നതിന് മുൻപാണ് ഡൽഹിയിൽ പൗരത്വം നൽകി തുടങ്ങിയത്. അതിനുശേഷം ഇപ്പോൾ ബംഗാളിൽ തന്നെ 7ാം ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ ബംഗാളിൽ തന്നെ പൗരത്വം നൽകിയിരിക്കണം. അപ്പോൾ എങ്ങനെയാണ് ഓരോ വിഷയങ്ങളും ഏത് സ്റ്റേറ്റിനെയാണോ നമ്മൾക്ക് സ്വാധീനിക്കാൻ കഴിയുന്ന തരത്തിൽ ഈ സാഹചര്യങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തിയത് നോക്കാം. അത് വളരെ കൃത്യമാണ്. ഈ BJPയുടെ തന്ത്രങ്ങൾ എല്ലാ കാലത്തും BJP ഉപയോഗിക്കുന്ന തന്ത്രങ്ങൾ എന്ന് പറഞ്ഞാൽ എതിരാളിക്ക് ഈ തന്ത്രങ്ങൾക്കെതിരായി സംസാരിക്കണമെന്നുണ്ട്. പക്ഷേ സംസാരിച്ചു കഴിഞ്ഞാൽ, ഞാനത് നേരത്തെ പറഞ്ഞത്, തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് തെരഞ്ഞെടുപ്പ് കാലത്ത് ഇപ്പോൾ ഒരു അടി ഉണ്ടാകുന്നത് കരുതുക. ആർക്കാണോ അടി കൊള്ളുന്നത് അവരുടെ പാർട്ടിക്കാണ് നേട്ടം ഉണ്ടാകുന്നത്. അതിന് അടി ഉണ്ടാവാനുള്ള കാരണം എന്താണെന്നോ അക്രമം ഉണ്ടാകാനുള്ള കാരണം എന്തതിനപ്പുറത്തേക്ക് ഇപ്പോൾ ഒരു MLA ഒരു MP ഒക്കെ മത്സരിക്കുന്ന ആൾ, ആ മത്സരിക്കുന്ന ആളിന് എതിർ പാർട്ടിയിൽ നിന്ന് കായികമായ ഒരു ആക്രമണം നേരിട്ട് കഴിഞ്ഞാൽ സ്വാഭാവികമായും കായികമായ ആക്രമണം നേരിട്ട ആളിനൊപ്പമാവും സാധാരണ ജനങ്ങൾ നിൽക്കുക. അതിൻ്റെ കാരണത്തിലൊക്കെ അന്വേഷിച്ച് വരുമ്പോഴേക്കും വോട്ടെടുപ്പൊക്കെ കഴിഞ്ഞിരിക്കും, വോട്ട് ചെയ്തും കഴിഞ്ഞിരിക്കും. ഈ BJP അങ്ങനെയാണ്, വളരെ തന്ത്രപൂർവ്വമാണ് ഓരോ അജണ്ടയും മുന്നോട്ട് വെക്കുന്നത്. ഈ ധ്യാനം പോലും ഒരു തരത്തിൽ പറഞ്ഞാൽ അത്തരത്തിലെ ഒരു അജണ്ടയാണ്. ഈ ധ്യാനത്തെ എതിർത്താൽ അതിനെ എങ്ങനെയാവും BJP വ്യാഖ്യാനിക്കുന്നത്? നരേന്ദ്രമോദി ധ്യാനത്തിനെതിരെ ഇന്നിപ്പോൾ ഒരു വലിയ പ്രതിഷേധം തമിഴ്നാട്ടിൽ നടന്നു എന്ന് കരുതുക. തമിഴ്നാട്ടിൽ നടന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായും എന്താവും BJP ഉത്തരേന്ത്യയാകെ പറയാൻ പോകുന്നത്? ഒരു ഹിന്ദു മതവികാരത്തിനെ ഹിന്ദു മതവിശ്വാസ പ്രകാരം
അവിടെ പോയി ഒരു ശല്യവുമില്ലാതെ ഒറ്റയ്ക്ക് ധ്യാനത്തിനിരിക്കുന്ന ഒരു മനുഷ്യനെ, ഒരു ഹിന്ദുവിനെ അവിടുത്തെ മറ്റു മതങ്ങളെ പ്രീതിപ്പെടുത്താൻ വേണ്ടി അല്ലെങ്കിൽ ഹിന്ദു വികാരം തകർക്കാൻ വേണ്ടി പ്രതിഷേധിക്കുന്നു. അങ്ങനെ ആകെ ഇവരെല്ലാവരും വന്ന് ഇന്ത്യ മുന്നണി വന്നാൽ ഇന്ത്യയിൽ ധ്യാനിക്കാനുള്ള അവകാശം പോലും നഷ്ടപ്പെടും എന്ന തരത്തിലേക്ക് ആ തരത്തിലേക്ക് പോലും വ്യാഖ്യാനിക്കപ്പെടാം. അതുകൊണ്ട് തന്നെ ഇതെന്ന് വെച്ചാൽ BJP കോൺഗ്രസ്സുകാരോ അല്ലെങ്കിൽ ഇന്ത്യ മുന്നണിയോ ഒന്നും കളിക്കുന്ന ഒരു സാധാരണ നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു ഗെയിം രാഷ്ട്രീയ തന്ത്രങ്ങളല്ല BJPയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. തെരഞ്ഞെടുപ്പിൽ എന്തായാലും ഇത് അവസാന ഘട്ടത്തെ സ്വാധീനിക്കും എന്ന തരത്തിലുള്ള വിലയിരുത്തലുകൾ തന്നെയാണ് വരുന്നത്. അത് തന്നെയാണ് പ്രതിപക്ഷത്തെ അസ്വസ്ഥപ്പെടുത്തുന്നത്. നമുക്ക് മോദി തന്നെ പറഞ്ഞു വെച്ചിട്ടുള്ള മറ്റു വിവാദങ്ങൾ കൂടി ചർച്ച ചെയ്യേണ്ടതുണ്ട്, അല്ലെങ്കിൽ നോക്കേണ്ടതുണ്ട്. പൊളിറ്റിക്കൽ ഗ്രാൻഡ് ഫിനാലയിലേക്ക് തിരിച്ചെത്താം ഇടവേളയ്ക്ക് ശേഷം. മാത്രവുമല്ല, തമിഴ്നാട്ടിലെ കോൺഗ്രസ് ഘടകം ഒരു ചുവട് കൂടി മുന്നിലാണ്. അവർ പറയുന്നത് ഇങ്ങനെ ധ്യാനമിരുന്നാൽ തങ്ങളും കന്യാകുമാരിയിൽ ധ്യാനമിരിക്കും, അതിനുള്ള സംവിധാനങ്ങൾ അവർ ഒരുക്കുകയാണ്. അതായത് ഒരു മീഡിയ അറ്റൻഷൻ, രാജ്യത്തിൻ്റെ മുഴുവൻ ശ്രദ്ധയും നരേന്ദ്രമോദിയിലേക്ക് പോകുന്നു. തിരഞ്ഞെടുപ്പ് അതിൻ്റെ ഫൈനൽ റൗണ്ടിലേക്ക് കടക്കുമ്പോൾ അദ്ദേഹം ഇങ്ങനെ ഒരു കാര്യം ചെയ്യുന്നതിന് അതേ നാണയത്തിൽ എതിരിടുക, അതിനെ ചെറുക്കുക, രാഷ്ട്രീയമായി അതിനെ ചെറുക്കുക എന്ന ഒരു നിലപാടിലേക്ക് കോൺഗ്രസും എത്തുന്നു, ഇന്ത്യ മുന്നണി എത്തുന്നു, AICC നേതൃത്വം എത്തുന്നു. ആ നിലയ്ക്കുള്ള ഒരു യാത്രയായി ഇത് മാറുന്നുണ്ട്. പ്രധാനമന്ത്രി വെറുതെ സന്ദർശിച്ച് മടങ്ങുകയല്ല, അദ്ദേഹം അവിടെ ധ്യാനനിരതൻ ആവുകയാണ്. ഏതാണ്ട് 45 മണിക്കൂറോളം വിവേകാനന്ദ പാറയിൽ അദ്ദേഹം ചെലവിടും. ഇന്ന് വൈകിട്ടോടുകൂടി കന്യാകുമാരി അമ്മൻ കോവിലിൽ ആദ്യം ദർശനം നടത്തും. അതിനുശേഷം അദ്ദേഹം ബോട്ട് മാർഗം വിവേകാനന്ദ പാറയിലേക്ക് സഞ്ചരിക്കും. അവിടെ പ്രധാനമന്ത്രിക്ക് വേണ്ടിയുള്ള ഒരുക്കങ്ങൾ ഉണ്ട്. 41 കടലോര ഗ്രാമങ്ങളിൽ വലിയ വഴിതടച്ച സുരക്ഷാ സംവിധാനമാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത്. കന്യാകുമാരിയുമായി ചേർന്ന 41 കടലോര ഗ്രാമങ്ങളുണ്ട്. അവിടെ എല്ലാം തന്നെ കേന്ദ്രസേനയുടെ, തമിഴ്നാട് പോലീസിൻ്റെയും ഒക്കെയും വലിയ സുരക്ഷാ സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അദ്ദേഹം ഒരുപക്ഷെ റോഡ് മാർഗം പോകുമോ എന്ന ഒരു ആലോചന ആദ്യം ഉണ്ടായിരുന്നു, കാരണം കാലാവസ്ഥ പ്രതികൂലമായതുകൊണ്ട് തന്നെ. പക്ഷേ അത്തരം കാര്യങ്ങളെല്ലാം മാറിയിരിക്കുന്നു, അല്ലെങ്കിൽ അങ്ങനെ ഒരു സാധ്യതയില്ല. അദ്ദേഹം പ്രത്യേക വിമാനത്തിലിറങ്ങി കാറിൽ, അദ്ദേഹത്തിനായി ഒരുക്കിയിരുന്ന കാറിൽ കയറി അദ്ദേഹം ഈ ഹെലികോപ്റ്ററിനടുത്തേക്കാണ് സഞ്ചരിച്ചു പോയത്. നമുക്ക് വളരെ ചെറിയ സമയത്തിനുള്ളിൽ നമുക്ക് മനസ്സിലാക്കുന്നത് ഹെലികോപ്റ്റർ മൂവായി എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ഹെലികോപ്റ്റർ സഞ്ചരിച്ച് തുടങ്ങിയിരിക്കുന്നു. തിരുവനന്തപുരത്ത് നിന്ന് നിമിഷങ്ങൾക്കുള്ളിൽ അത് പറന്നുയരും. കന്യാകുമാരിയിലേക്കുള്ള യാത്രയുമായി പ്രധാനമന്ത്രിയെ വഹിച്ച് തിരുവനന്തപുരത്ത് നിന്ന് പ്രത്യേക ഹെലികോപ്റ്റർ കന്യാകുമാരിയിലേക്ക് പുറപ്പെടും. അദ്ദേഹം ഇന്ന് വൈകിട്ടോടുകൂടിയാണ് വിവേകാനന്ദ പാറയിൽ ധ്യാനമിരിക്കുന്നത്. അതിനുശേഷം നാളെ മുഴുവൻ അദ്ദേഹം വിവേകാനന്ദ പാറയിൽ ചെലവിടും. അത് മറ്റന്നാൾ 3:30 മണിയോടുകൂടിയാണ് അദ്ദേഹം അവിടെ നിന്ന് തിരികെ പുറപ്പെടുക. ജൂൺ 1-ന് അവസാന പോളിംഗ് എന്ന നിലയ്ക്ക് കാര്യങ്ങൾ രാജ്യം ഉറ്റുനോക്കുമ്പോൾ പ്രധാനമന്ത്രിയുടെ യാത്ര ഈ നിലയ്ക്കാണ്. അതിന് വലിയ രാഷ്ട്രീയ മാനങ്ങൾ കൽപ്പിക്കപ്പെടുന്നു. ഏതായിരുന്നാലും പ്രധാനമന്ത്രി ഇവിടെ നിന്ന് കന്യാകുമാരിയിലേക്ക് പുറപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. കിരൺ, അദ്ദേഹവുമായുള്ള ഹെലികോപ്റ്റർ ഇവിടെ നിന്ന് കന്യാകുമാരിയിലേക്ക് പുറപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വഹിച്ചുകൊണ്ടുള്ള ഹെലികോപ്റ്റർ തിരുവനന്തപുരം വിമാനത്താവളത്തിലെ ടെക്നിക്കൽ ഏരിയയിൽ നിന്ന് കന്യാകുമാരിയിലേക്ക് പുറപ്പെട്ടിരിക്കുന്നു. അവിടെ നിന്ന് പൊളിറ്റിക്കൽ ഗ്രാൻഡ് ഫിനാലയിലേക്ക് വീണ്ടും സ്വാഗതം. മഹാത്മാഗാന്ധിയെ ലോകമറിഞ്ഞത് ഗാന്ധി എന്ന ചിത്രം പുറത്തിറങ്ങിയ ശേഷമാണെന്ന പ്രധാനമന്ത്രിയുടെ പരാമർശത്തിൽ വൻ വിവാദം. 7ാം ഘട്ട തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് ഒരു ദേശീയ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് പ്രധാനമന്ത്രി വിവാദ പരാമർശം നടത്തിയത്. രൂക്ഷ വിമർശനമാണ് മോദിയുടെ പരാമർശത്തിനെതിരെ കോൺഗ്രസ് ഉയർത്തിയത്. കിരൺ, വലിയ രീതിയിലുള്ള ചർച്ച നടക്കുകയാണ്. ചരിത്ര പാഠപുസ്തകങ്ങളിൽ നിന്ന് ഗാന്ധിയെ മാറ്റി ഗോഡ്സെ വെക്കാൻ നടക്കുന്നവരാണ് ഇത്തരം കാര്യങ്ങൾ പറയുന്നത് എന്നത് ഒരു കാര്യം. മഹാത്മാഗാന്ധിയെ തന്നെ മോഹൻലാൽ കരംചന്ദ് ഗാന്ധി എന്ന് പ്രോംപ്റ്റർ മാറിപ്പോയപ്പോൾ തെറ്റി പറഞ്ഞ പ്രധാനമന്ത്രിയാണ് ഇങ്ങനെ കാര്യം പറയുന്നത് എന്നത് മാത്രവുമല്ല, ഇത് ഒരു തരത്തിലും സത്യവുമായി നിലനിന്ന് പോകുന്നതല്ല എന്ന കാര്യം. എന്തുകൊണ്ടാണ് പ്രധാനമന്ത്രി ഇങ്ങനെ പറഞ്ഞത്? ഇത് ബോധപൂർവം ഇങ്ങനെ ഒരു വിവാദം സൃഷ്ടിക്കാൻ പറഞ്ഞതായിരിക്കും, അതോ അദ്ദേഹം സ്വന്തം ബോധ്യത്തിൽ നിന്ന് പറഞ്ഞതായിരിക്കും? എന്തായിരിക്കും സംഭവിച്ചത്? എനിക്ക് തോന്നുന്നു രേണുക, പ്രധാനമന്ത്രി അങ്ങനെ സ്ഥിരമായി
അഭിമുഖങ്ങൾ നൽകുന്ന ഒരാളല്ല. ഈ തെരഞ്ഞെടുപ്പ് പ്രമാണിച്ചാണ് അദ്ദേഹം തുടർച്ചയായി 50-ലേറെ ഓരോ അഭിമുഖവും ഓരോ വിവാദമാണ് നൽകിയത്. ആദ്യഘട്ടത്തിലെല്ലാം കൃത്യമായി അദ്ദേഹം ഉദ്ദേശിക്കുന്ന അജണ്ട തന്നെയായിരുന്നു പുറത്തേക്ക് പോകുന്നത്. ഈ ഒരു വിഷയം പുറത്തു വന്നതോടുകൂടി എനിക്ക് തോന്നുന്നു ഇതിനെ ന്യായീകരിക്കാൻ വേണ്ടി BJPയുടെ നേതാക്കളുടെ ഭാഗത്തു നിന്ന് അങ്ങനെ കാര്യമായ ഒരു ശ്രമം ഉണ്ടായില്ല. മറ്റു വിവാദങ്ങളെല്ലാം വളരെ ബോധപൂർവം തന്നെ ഉണ്ടാക്കിയത്. എപ്പോഴും എല്ലാവരും വളരെ തന്ത്രശാലികളാണ്, ബുദ്ധിമാന്മാരാണ് എന്നൊക്കെ പറയുമ്പോഴും ചില സമയത്ത് ചിലപ്പോൾ അവരുടെ നാക്കുപിഴ ഉണ്ടാവാം, അല്ലെങ്കിൽ അവരുടെ തന്ത്രങ്ങളിൽ പിഴവുണ്ടാവാം. ഈ ഒരു വിഷയത്തിൽ ഗാന്ധിക്കെതിരായ ഒരു പരാമർശം, ഇത് യഥാർത്ഥത്തിൽ ഗാന്ധിക്കെതിരായ ഒരു പരാമർശം തന്നെയാണ്. ചരിത്രപരമായി ഒരു ചരിത്ര വിദ്യാർത്ഥി എന്നും വേണം എന്നില്ല. ഇന്നിപ്പോൾ രാഹുൽ ഗാന്ധി പറഞ്ഞത് ഇദ്ദേഹത്തിന്റെ എൻറ്റയർ പൊളിറ്റിക്കൽ സയൻസ് വിദ്യാർത്ഥിക്ക് മാത്രമേ ഇങ്ങനെ ഒരു സംശയം ഉണ്ടാവും. എൻറ്റയർ പൊളിറ്റിക്കൽ സയൻസ് പ്രധാനമന്ത്രി ഓരോ വിവാദം ഉണ്ടാക്കുമ്പോൾ അതിനെ ട്രോളാൻ ഏറ്റവും നല്ലതുപോലെ രാഹുൽ ഗാന്ധിക്ക് കഴിയും. രാഹുൽ ഗാന്ധിയുടെ ആ കഴിവും ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുക. അദ്ദേഹത്തിന് ബിരുദാനന്തര ബിരുദമുള്ളതെന്നാണ് പ്രധാനമന്ത്രി പറയുന്നത്. അപ്പോൾ അത് സംബന്ധിച്ച് പലപ്പോഴും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിലും അല്ലെങ്കിൽ ആക്ഷേപങ്ങളൊക്കെ ഉണ്ടെങ്കിലും അതിനെ വെച്ച് തന്നെയാണ് ട്രോൾ ചെയ്യുന്നത്. ഇത് യഥാർത്ഥത്തിൽ ഗാന്ധിയെ പോലെ ഇന്ത്യയിൽ ഇന്ന് പ്രത്യേകിച്ച് ഈ പുതിയ കാലത്ത് ലോകമാകമാനം ഇന്ന് ഒരു നേതാവിനെ, ഒരു ആശയത്തെ ഏറ്റവും കൂടുതൽ ആളുകൾ ഇഷ്ടപ്പെടുകയും അല്ലെങ്കിൽ ഏറ്റവും പ്രസക്തമാണ് എന്ന് ചിന്തിക്കുകയും ലോകത്ത് ഏറ്റവും കൂടുതൽ സർവകലാശാലകൾ പഠിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നതാണ് ഗാന്ധിയൻ ഫിലോസഫിയെക്കുറിച്ച്. എന്ന് മാത്രമല്ല ലോകത്തിൻ്റെ ഒട്ടുമിക്ക ഭാഷകളിലും ഗാന്ധിയെക്കുറിച്ചുള്ള പുസ്തകങ്ങൾ വന്നിട്ടുണ്ട്. ഈ അദ്ദേഹം പറഞ്ഞ മാർട്ടിൻ ലൂതർ കിങ് ആയാലും അല്ലെങ്കിൽ നെൽസൺ മണ്ടേല ആയാലും ഒക്കെ അവരെയൊക്കെ അവരുടെ നാട്ടിൽ വിളിച്ചിരുന്നത് ഗാന്ധി എന്നാണ്. അത് ആലോചിക്കണം. അവർ ഗാന്ധിജിയുടെ ഇവരെല്ലാം ആരാധകരായിരുന്നു. അവർ ആ നാട്ടിലെ ഗാന്ധിയാണ് ഇവർ എന്ന തരത്തിലേക്കുള്ള വിശേഷങ്ങളടക്കം ഉണ്ടായിരുന്നവരാണ്. അപ്പോൾ അവരെല്ലാം അറിയാമായിരുന്നു, ഗാന്ധി അറിയാമായിരുന്നില്ല. അല്ലെങ്കിൽ റിച്ചാർഡ് ആറ്റൻബറോയുടെ 82-ലുള്ള ചിത്രം വരുന്നതുവരെ അദ്ദേഹത്തിന് ആ തരത്തിലേക്കുള്ള 68 രാഷ്ട്രങ്ങളോ മറ്റോ ആണ് സ്റ്റാമ്പ് പുറത്തിറക്കിയത്. എത്രയോ രാഷ്ട്രങ്ങളിൽ പ്രതിമകൾ അദ്ദേഹത്തിൻ്റെതായുണ്ട്, ചത്തുരങ്ങളുണ്ട്. അപ്പോൾ അതൊന്നും കാണാതെ ഞാൻ വിദേശ സന്ദർശനം നടത്തിയ അനുഭവത്തിന്റെ പശ്ചാത്തലത്തിലാണ് പറയുന്നത്. അല്ല, അത് എനിക്ക് തോന്നുന്നു അതിനകത്ത് പ്രധാനമായും ഉദ്ദേശിച്ചത് കോൺഗ്രസിനെ കുറ്റപ്പെടുത്തുക. അപ്പോൾ കോൺഗ്രസിനെ പരമാവധി കുറ്റപ്പെടുത്തുക. ഗാന്ധിയെ പോലും കോൺഗ്രസ് വേണ്ട രീതിയിലേക്ക് ഉപയോഗിച്ചില്ല എന്നല്ലെങ്കിൽ ഗാന്ധിയെ അപ്രധാനമായ ഒരു വ്യക്തിയാക്കി മാറ്റാൻ വേണ്ടി നെഹ്റു പരിശ്രമിച്ചു. ആ തരത്തിൽ നെഹ്റു പരിശ്രമിച്ചു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും അതിൻ്റെ പിന്മുറക്കാരായി വരുന്ന രാഹുൽ ഗാന്ധി ആയാലും സോണിയാഗാന്ധി ആയാലും അവരുടെ എല്ലാം പുറത്തേക്ക് പഴിചാരുവാൻ എളുപ്പമാണ്. അത്തരമൊരു തന്ത്രമാവണം അദ്ദേഹം ഉപയോഗിച്ചത്. പക്ഷേ ആ തന്ത്രത്തിന് വേണ്ടി അദ്ദേഹം ഉപയോഗിച്ചപ്പോൾ കാലങ്ങളായി ഒരു തരത്തിൽ പറഞ്ഞാൽ സംഘപരിവാർ ഒരു പ്രത്യയശാസ്ത്രത്തിൻ്റെ പിന്മുറയിൽ അല്ലെങ്കിൽ അതിൽ ഉറച്ചു നിൽക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം സ്വാഭാവികമായും ഗാന്ധിയല്ല അവർ അംഗീകരിച്ചിരുന്നത്. മുൻകാലങ്ങൾ തൊട്ടേ ഗാന്ധിയൻ ദർശനങ്ങളോട് കടുത്ത വിരോധമുണ്ട്, അല്ലെങ്കിൽ ഗാന്ധിയൻ ദർശനങ്ങളെ തള്ളിക്കളയുന്നവരായിരുന്നു. ഈ പറയുന്നത് പോലെ ഗാന്ധിയൻ ദർശനങ്ങളെ എതിർത്തിരുന്ന നാഥുറാം വിനായക് ഗോഡ്സെ ആയാലും സവർക്കറായാലും ഇവരെ എല്ലാവരെയും അംഗീകരിക്കുകയും ഇവരെല്ലാം രാഹുൽ ഗാന്ധി എന്റെ പൊളിറ്റിക്കൽ സയൻസിനെ കുറിച്ച് ട്രോളുന്നതിന് മുൻപ് അദ്ദേഹം പറഞ്ഞിരുന്നത് ഇതാണ്: ശാഖകളിൽ കാഴ്ചപ്പാടുകൾ രൂപപ്പെടുത്തുന്നവർക്ക് ഗാന്ധിജിയെ മനസ്സിലാക്കാൻ പറ്റത്തില്ല, അവർക്ക് വേണമെങ്കിൽ ഗോഡ്സെ മനസ്സിലാക്കാൻ പറ്റും, പക്ഷേ ഗാന്ധിജിയെ മനസ്സിലാക്കാൻ പറ്റില്ല എന്ന് മറുപടി രാഹുൽ ആദ്യമേ പറഞ്ഞിരുന്നു. എനിക്ക് തോന്നുന്നു ഈ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ ഇതുവരെയും നരേന്ദ്രമോദി പറഞ്ഞ കാര്യങ്ങളിൽ, ഇപ്പോൾ ഈ നരേന്ദ്രമോദി ഈ മുസ്ലിം ഹിന്ദു വികാരമൊക്കെ ഉണർത്താൻ വേണ്ടി പറഞ്ഞ കാര്യങ്ങൾ തെറ്റാണ് എന്നറിയാം, അല്ലെങ്കിൽ ഒരു പ്രധാനമന്ത്രി പറയരുതെന്നറിയാമെങ്കിലും രാഷ്ട്രീയമായി അതിൻ്റെ എല്ലാം ഗുണമുണ്ടായത് BJPക്ക് ആവണം. BJPക്ക് രാഷ്ട്രീയമായ ഗുണം ഉണ്ടാവും എന്നറിഞ്ഞു തന്നെയാണ്. പക്ഷേ ഈ ഗാന്ധി പരാമർശം കൊണ്ട് ഏതെങ്കിലും തരത്തിൽ BJPക്ക് അത്തരത്തിൽ ഒരു രാഷ്ട്രീയ ഗുണം ഉണ്ടാവില്ല എന്ന് മാത്രമല്ല, അത് ചിലപ്പോൾ തിരിച്ചടിയാവാൻ കൂടി സാധ്യതയുണ്ട്. അത്തരം ഒരു പരാമർശം ഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം ഇത്തരം വിവാദങ്ങളിൽ നിന്നെല്ലാം അകന്നു നിൽക്കുന്ന ഒരു മനുഷ്യനാണ്. ഇന്ത്യയെ സംബന്ധിച്ചും ലോകത്തെ സംബന്ധിച്ചും ഈ പറയുന്നത് പോലെ ഇങ്ങനെ ഒരു മനുഷ്യൻ മജ്ജയും മാംസവുമായി ജീവിച്ചിരുന്നു എന്ന് പറഞ്ഞാൽ പിൽക്കാലത്തുള്ള ലോകം വിശ്വസിക്കില്ല എന്ന് ഐൻസ്റ്റീനെ പോലൊരു മനുഷ്യൻ പറയുന്ന ഒരാളെ കുറിച്ച് ഈ തരത്തിൽ പറഞ്ഞത്, അത് ഈ പറയുന്നത് പോലെ നേരെ സ്ഥിരമായി എന്താണോ പറയാൻ ഉദ്ദേശിച്ചത്, അല്ലെങ്കിൽ കോൺഗ്രസിനെ കുറ്റപ്പെടുത്താനുള്ള അദ്ദേഹത്തിന്റെ ശ്രമം അദ്ദേഹത്തിന്റെ ചരിത്രബോധമില്ലായ്മയായും വിവരക്കേടായും അറിവില്ലായ്മയുമായും ഒരു തരത്തിൽ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. മറ്റൊരു ഘട്ടത്തിൽ ഗാന്ധിയെ ബോധപൂർവം ഇകഴ്ത്തി കാണിക്കാൻ പ്രധാനമന്ത്രി ശ്രമിച്ചു എന്ന നിലയിൽ പോലും ഇത് ചർച്ച ചെയ്യപ്പെടുന്നു. ഇതുവരെയും ഗാന്ധിയെ ഇകഴ്ത്തി കാണിക്കാൻ ഇവർ ശ്രമിക്കുമ്പോൾ ഗാന്ധിയെ നേരിട്ട് ഇകഴ്ത്തി കാണിക്കാതെ ഗാന്ധിയുടെ പാരമ്പര്യമാണ് ഇവർ പിന്തുടരുന്നത്, വ്യാജമായൊരു പാരമ്പര്യം പിന്തുടരുകയാണ് എന്ന് പറഞ്ഞ് കോൺഗ്രസ് തന്നെ ഈ ഇന്ദിരാഗാന്ധി കുടുംബത്തെ, അല്ലെങ്കിൽ നെഹ്റുവിനെ അടക്കമുള്ള, നെഹ്റു തൊട്ട് രാഹുൽ ഗാന്ധി വരെ വരുന്ന ആ കുടുംബത്തെയാണ് ആക്രമിച്ചത്. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല. ഇത് മഹാത്മാഗാന്ധിയെ തന്നെ നേരിട്ട്, അദ്ദേഹത്തെ പോലൊരു മനുഷ്യനെ ആ കാലത്ത് ലോകം അറിഞ്ഞിരുന്നില്ലെന്ന് പറഞ്ഞാൽ, അന്ന് ഇത്ര ഏതെങ്കിലും തരത്തിലുള്ള വിവര സംവിധാനങ്ങളൊന്നുമില്ല, മാധ്യമങ്ങൾ തന്നെ വളരെ കുറവാണ്. ആ കാലത്ത് പോലും ലോകം അംഗീകരിച്ചിരുന്ന, അല്ലെങ്കിൽ ലോകത്ത് ഗാന്ധിയൻ ദർശനങ്ങളെക്കുറിച്ച്
ലോകത്തെ വിദൂരമായ കോണുകളിൽ പോലും പ്രസക്തി ഉണ്ടായിരുന്ന ഒരാളാണ്. ഇന്ത്യയിൽ ഒരു വ്യക്തി എന്ന നിലയ്ക്ക് ഒരു വ്യക്തിക്ക് ലോക രാഷ്ട്രീയത്തിൽ അല്ലെങ്കിൽ ലോകത്തിൻ്റെ ഏത് കോണിലായാലും ഇത്രയേറെ പ്രാധാന്യമുണ്ട് എങ്കിൽ, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ദർശനങ്ങൾ ഇത്രയേറെ പഠിച്ചിട്ടുണ്ടെങ്കിൽ അത് ഗാന്ധിയൻ ദർശനങ്ങൾ മാത്രമാണ്. ഇന്ത്യയിൽ മറ്റ് ഒരു വ്യക്തിക്ക്, ഇപ്പോൾ മറ്റ് ഏതെങ്കിലും ഒരു വ്യക്തിയെ ആ തരത്തിലേക്ക് ലോകം മുഴുവൻ കാണുകയോ അല്ലെങ്കിൽ ലോകം മുഴുവൻ പഠിക്കുകയോ ലോകം മുഴുവൻ അംഗീകരിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. ഗാന്ധിജിയെ കാണുന്നത് ഒരു തരത്തിലും ലോകം ഏതെങ്കിലും ഒരു ഇന്ത്യയുടെ ഒരു രാഷ്ട്രീയ നേതാവായിട്ടല്ല, അദ്ദേഹത്തിൻ്റെ ദർശനങ്ങളിൽ നിന്നും അദ്ദേഹം ഉയർത്തിയ രാഷ്ട്രീയ ആശയങ്ങളുടെ ഒരു പിന്തുടർച്ച അത് ഈ പുതിയ കാലത്തും വേണമെന്ന് ആഗ്രഹിക്കുകയും അതിനെ പൂർണ്ണമായും സ്വീകരിക്കാനൊക്കെ പല രാജ്യങ്ങളും തയ്യാറാവുകയും ഒക്കെ ചെയ്യുന്ന ഘട്ടത്തിലാണ് വന്ന് പറയുന്നത്. സ്കൂളിൽ ഏറ്റവും ചെറിയ ക്ലാസ്സിൽ മുതൽ സാധാരണ കുട്ടികളടക്കം പഠിക്കുന്ന ഒരു വിഷയത്തിലാണ് ഖർഗെ പറയുന്നൊരു മറുപടി ഉണ്ട്. ഗംഗയിൽ മുങ്ങി കുളിച്ചത് കൊണ്ടോ വിവേകാനന്ദ പാറയിൽ പോയി ധ്യാനം ഇരുന്നത് കൊണ്ടോ ഗാന്ധി അറിയാൻ പറ്റത്തില്ല. ജൂൺ 4 ശേഷം അദ്ദേഹത്തിന്റെ ഓട്ടോബയോഗ്രഫി വായിക്കണം നരേന്ദ്രമോദി എന്നൊരു ഉപദേശം ഖാർഗെ കൊടുക്കുന്നുണ്ട്. അല്ല, അത് കോൺഗ്രസിന് വീണ് കിട്ടിയ ഏറ്റവും വലിയൊരു ആയുധം തന്നെയാണ് ഈ ഗാന്ധിജിക്കെതിരായ ഈ പരാമർശം എന്ന് പറയുന്നത്. അത് എത്രത്തോളം കോൺഗ്രസ്, നമ്മൾ പുറത്തു നോക്കിയ ഒരു നിരീക്ഷകനിൽ നമ്മൾ നോക്കുമ്പോൾ കോൺഗ്രസ് ഇതിനേക്കാൾ ശക്തമായ രീതിയിലേക്ക് അത് ഉപയോഗിക്കേണ്ടതായിരുന്നു. രാജ്യത്താകമാനം അത്തരത്തിലൊരു പ്രതിഷേധമടക്കം ഉയർത്തിക്കൊണ്ടുവരാൻ കോൺഗ്രസിനോ അല്ലെങ്കിൽ ഇന്ത്യ മുന്നണിയിലെ മറ്റ് കക്ഷികൾക്കോ കഴിഞ്ഞിട്ടില്ല എന്നുള്ള യാഥാർത്ഥ്യം കൂടിയുണ്ട്. ആ തരത്തിൽ പറഞ്ഞാൽ ഇങ്ങനെ ഒരു വടി ഇതിനിടയിൽ ഇത്രയും കാലം നരേന്ദ്രമോദിയോ അമിത്ഷായോ പറയുന്ന വാക്കുകളിൽ നിന്ന് അനുകൂലമായ എതിർക്കാനുള്ള ഒരുപാട് വിഷയങ്ങൾ കിട്ടിയിട്ടുണ്ട്. പക്ഷേ രാഷ്ട്രീയമായി ഉപയോഗിക്കാൻ കഴിയുന്ന വിഷയങ്ങൾ വളരെ കുറച്ച് മാത്രമാണ് കിട്ടിയത്. അതിലേറ്റവും പ്രധാനമാണ് ഗാന്ധിജിക്കെതിരായ ഈ പരാമർശം. അത് ഏത് സാധാരണ മനുഷ്യരും പറഞ്ഞാലും മനസ്സിലാവുന്ന ഒന്നാണ്. ഈ സിനിമയൊന്നും 82-ലെ സിനിമയും ഗാന്ധിയുമായിട്ടൊന്നും യാതൊരു തരത്തിലുള്ള ബന്ധവുമില്ല. അല്ലെങ്കിൽ സിനിമ കണ്ടാണ് ഒരാളെ അറിയുന്നതെന്ന് പറയുന്നതിനകത്ത് പോലും ഒരു അർത്ഥമുള്ള വിഷയമല്ല. അതിനൊക്കെ എത്രയോ മുമ്പ് എത്രയോ ലേഖനങ്ങൾ, എത്രയോ സിനിമകൾ ഇറങ്ങിയിട്ടുണ്ട്, അല്ലെങ്കിൽ എത്രയോ പുസ്തകങ്ങൾ വന്നിട്ടുണ്ട്, എത്രയോ ലേഖനങ്ങൾ വന്നിട്ടുണ്ട്. ലോകത്തിന്റെ വിവിധ കോണുകളിൽ ഗാന്ധിജിക്ക് വേണ്ടി നേരത്തെ പറഞ്ഞ പ്രതിമയോ അവരുടെയൊക്കെ പാർലമെന്റിലും ഒക്കെ പരാമർശിക്കപ്പെടുന്ന ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട, ഇപ്പൊ മാർട്ടിൻ ലൂതർ കിങ്ങിനെയും നെൽസൺ മണ്ടേലയും പറഞ്ഞാൽ ഈ നെൽസൺ മണ്ടേലയും മാർട്ടിൻ ലൂതർ കിങ്ങും ഒക്കെ ഗാന്ധിയൻ ദർശനങ്ങൾ ആകൃഷ്ടരായ ആളുകളാണ്. അല്ലെങ്കിൽ ഗാന്ധിയുടെ ഒരു തരത്തിൽ പറഞ്ഞാൽ ഗാന്ധിയുടെ ശിഷ്യന്മാരാണെന്ന് വേണമെങ്കിൽ ആശയപരമായ ശിഷ്യന്മാരാണെന്ന് പറയാവുന്ന ആളുകളാണ്. അവരൊക്കെ അറിഞ്ഞു, ഗാന്ധി അറിഞ്ഞില്ല എന്നൊക്കെ പറയുമ്പോൾ അതിനെ പരമാവധി പ്രയോജനപ്പെടുത്താൻ, അത് ചിലപ്പോൾ ബംഗാളിൽ പോലും പ്രയോജനപ്പെടുത്തിയാൽ ഒരു തരത്തിൽ മമതാ ബാനർജിക്കായാലും അല്ലെങ്കിൽ കോൺഗ്രസിനായാലും ഒക്കെ നേട്ടമുണ്ടാക്കാൻ കഴിയുന്ന ഒന്നുകൂടിയാണ്. അത് എനിക്ക് തോന്നുന്നു അത് നരേന്ദ്രമോദി ഇത്രകാലം ഉദ്ദേശിച്ച തന്ത്രപരമായ ലക്ഷ്യങ്ങളിൽ നിന്ന് വീണുപോയ ഒരു വാക്കാവാൻ കൂടി. പക്ഷേ കിരൺ, ഒരു ഘട്ടത്തിലും എത്ര ബിസി ആയിരുന്നാലും അല്ലെങ്കിൽ എത്ര ആലോചിക്കാതെ പറയുമ്പോൾ പോലും അദ്ദേഹം അങ്ങനെ ഒരു ഫൗൾ അദ്ദേഹത്തിന്റെ വാചകത്തിൽ നിന്നും ഉണ്ടാകുമെന്ന് നമുക്ക് കരുതാമോ? അദ്ദേഹം പറയുന്നുണ്ടെങ്കിൽ വിവാദമാവുമെങ്കിൽ അത് ഒന്നുകിൽ വിവാദമാക്കാൻ പറയുന്നത്, അല്ലെങ്കിൽ ആ രീതിയിൽ എന്താണോ സംഭവിക്കേണ്ടത് അദ്ദേഹം ആ നിലയ്ക്ക് അവതരിപ്പിക്കുന്നു എന്നല്ലാതെ ഇതൊരു അബദ്ധമാണ് എന്ന് കിരൺ കാണുന്നുണ്ടോ? നമുക്കറിയാം, നമുക്ക് ന്യൂസ് 18 നൽകിയ അഭിമുഖത്തിലാണ് ആദ്യം അദ്ദേഹം ബയോളജിക്കൽ അല്ല താൻ എന്നത് ആദ്യ പരാമർശം നടത്തുന്നത്. പരാമർശങ്ങളെല്ലാം നമുക്ക് നോക്കിയാൽ ഞാൻ പറഞ്ഞല്ലോ, നമ്മളിപ്പോൾ എത്ര ബുദ്ധിമാനാണ്, എത്ര തന്ത്രശാലിയാണ് എന്നൊക്കെ പറയുമ്പോഴും രാഷ്ട്രീയത്തിൽ പലർക്കും ചില ഘട്ടത്തിൽ അവരുടെ തന്ത്രങ്ങളും ഒക്കെ പിഴയ്ക്കാറുണ്ട്. അതിപ്പോൾ ഇനി അത് എത്ര കഴിവുള്ള ആളായാലും എത്ര ശക്തിയോടുകൂടി ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു അത്തരം തന്ത്രങ്ങൾ ആവിഷ്കരിക്കാനും അത്തരം തന്ത്രങ്ങൾ ഫലപ്രദമായി നടപ്പാക്കാനും അത് നടപ്പാക്കി വിജയിപ്പിച്ച് പലതവണ കാണിച്ചിട്ടുള്ള ഒരാളാണ് നരേന്ദ്രമോദി. വിവാദങ്ങൾ പറയുന്നതെല്ലാം ബോധപൂർവ്വം തന്നെയാണ്. വിവാദങ്ങളൊക്കെ പലതവണ ആലോചിച്ചൊക്കെ പറയുന്നത്. പക്ഷേ ഈ വിവാദത്തിൽ എനിക്ക് തോന്നുന്നു ഈ നേരത്തെ തൊട്ടുള്ള അദ്ദേഹത്തിൻ്റെ സംഘപരിവാർ രാഷ്ട്രീയ ആശയം, അദ്ദേഹത്തിൻ്റെ ആശയത്തിന് ഗാന്ധിയൻ ദർശനങ്ങളോട് ഒരു തരത്തിലും യോജിക്കാൻ കഴിയുന്നതല്ല. ഗാന്ധിയെ ഹിന്ദുവിൻ്റെ ശത്രുവായി തന്നെ കണ്ട ഒരു ദർശനത്തിൻ്റെ അതിനല്ലെങ്കിൽ ആ പാരമ്പര്യത്തിൽപ്പെടുന്ന ആളാണ്, അല്ലെങ്കിൽ അതിനെ പിന്തുടരുകയും അത് വിശ്വസിക്കുകയും ഒക്കെ ചെയ്യുന്ന ആളാണ്. അത് പക്ഷേ ഇതുവരെ പുറത്ത് പറഞ്ഞിരുന്നില്ല. ആ തരത്തിലേക്ക് ഒരു ഗാന്ധി എപ്പോഴും മഹാനായ രീതിയിൽ തന്നെയാണ് പല ഘട്ടങ്ങളിലുമൊക്കെ നരേന്ദ്രമോദി തന്നെ വിശേഷിപ്പിച്ചിട്ടുള്ളത്. ഗാന്ധിക്കെതിരായിട്ട് അങ്ങനെ ഒരു പരാമർശം അദ്ദേഹം നടത്തിയിരുന്നില്ല. അത് നടത്തിയാൽ അത് രാഷ്ട്രീയമായി ദോഷം ചെയ്യും എന്നറിയാമായിരുന്നു. ഇപ്പോൾ പട്ടേലിനെ എങ്ങനെയാണ്, പട്ടേലിനെ യഥാർത്ഥത്തിൽ ഗുജറാത്തിൽ ഇപ്പോൾ പുതിയ തലമുറ ചിലപ്പോൾ വരുമ്പോൾ പട്ടേൽ കോൺഗ്രസ്സുകാരനായിരുന്നോ ഇനി അന്നത്തെ BJP കാരനായിരുന്നോ എന്ന് പോലും സംശയം തോന്നുന്നതിൽ പട്ടേലിനെ സ്വന്തമാക്കുന്ന ഒരു രീതി എടുത്തു. പക്ഷേ ഗാന്ധി അങ്ങനെ സ്വന്തമാക്കാൻ കഴിയില്ല എന്ന് അറിയാം. അത് അവരുടെ ആശയവുമായി ഒരു തരത്തിലും യോജിക്കാൻ കഴിയാത്ത, അല്ലെങ്കിൽ അവർ ശത്രുപക്ഷത്ത് നിർത്തിയ ഒരാളെ യോജിപ്പിക്കാൻ നോക്കിക്കഴിഞ്ഞാൽ അത് സംഘപരിവാർ സംഘടനകൾക്കോ അല്ലെങ്കിൽ ആ ആശയങ്ങളെ പിന്തുടരുന്നവരോ ചിലപ്പോൾ അംഗീകരിക്കണം എന്നില്ല. അതിൻ്റെ ഒരു പിന്തുടർച്ചയായി ചിലപ്പോൾ ഈ സമയത്ത് പറഞ്ഞ വാക്കുകൾ അല്ലെങ്കിൽ കൃത്യമായി പ്രയോഗിക്കാൻ കഴിയാതെ പോയതോ, അല്ലെങ്കിൽ ആ ഉള്ളിലിരുന്ന കാര്യങ്ങൾ ചിലപ്പോൾ പുറത്തു വരുമെന്നൊക്കെ പറയുമല്ലോ, അങ്ങനെ ചിലപ്പോൾ പുറത്തു വന്നതാവാം.
പക്ഷേ അത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അത് വലിയൊരു നാണക്കേട് കൂടിയാണ്. ഇന്ത്യൻ പ്രധാനമന്ത്രി തന്നെ മഹാത്മാഗാന്ധിയെ പോലെ ഒരു ലോകം ആദരിക്കുന്ന, ലോകത്തിൻ്റെ എവിടെയും ആദരവ് കൊള്ളുന്ന, അല്ലെങ്കിൽ ലോകത്തെ ഏറ്റവും കൂടുതൽ ഇന്ത്യ എന്നാൽ ഇപ്പോഴും ഇന്ത്യ എന്നാൽ ലോകത്തിൽ ഇന്ത്യയുടെ അടയാളം എന്ന് പറയാൻ കഴിയുന്ന ഏക വ്യക്തി സ്വയം വിശ്വഗുരു ആവാൻ ശ്രമിക്കുന്ന പ്രധാനമന്ത്രിയിൽ നിന്ന് അത്തരമൊരു പരാമർശം ഉണ്ടായത് നെഹ്റുവിനേക്കാൾ ഇന്ത്യയെ അടയാളം മഹാത്മാഗാന്ധിയാണ്. നെഹ്റു ആ കാലത്ത് ഈ ലോകത്തെ എല്ലായിടത്തും ലോകത്തെ എല്ലാ രാജ്യത്തിലും ഒക്കെ ബഹുമാനിക്കപ്പെടുന്ന ഒരു രാഷ്ട്രതന്ത്രജ്ഞനായിരുന്നു. അത്തരത്തിലേക്ക് വലിയ ആദരവുണ്ടായിരുന്നു. പക്ഷേ അതിനേക്കാളൊക്കെ അപ്പുറം ഇന്ത്യ എന്ന് പറഞ്ഞാൽ ലോകത്തിന് മുന്നിൽ ആദ്യം ഓർക്കുന്ന പേര് ഗാന്ധിയുടെ പേരാണ്. ആ ഗാന്ധിയുടെ പേരിനെ ആണ് ഇന്ത്യ സ്വാതന്ത്ര്യത്തിന്, ഇന്ത്യ എന്ന് പറയുന്നത് ഇപ്പോഴത്തെ ആധുനിക രാഷ്ട്രസങ്കല്പത്തിലുള്ള ഇന്ത്യ രൂപപ്പെടുന്നതിന് മുമ്പ് തന്നെ ഇന്ത്യ എന്ന സങ്കല്പത്തെ ലോകത്തിന് മുന്നിൽ അവതരിപ്പിച്ച വ്യക്തിയാണ് മഹാത്മാഗാന്ധി. മഹാത്മാഗാന്ധിയിലൂടെയാണ് ഒരു തരത്തിൽ പറഞ്ഞാൽ ഇന്ത്യ എന്ന ഈ ആധുനിക രാഷ്ട്രസങ്കല്പം ലോകം തിരിച്ചറിഞ്ഞത്. അങ്ങനെ ഒരു വ്യക്തിയായ പിന്നീട് ഒരു സിനിമ, അതും എത്രയോ വർഷം കഴിഞ്ഞ് വന്ന ഒരു സിനിമയിലൂടെയാണ് ജിജ്ഞാസയോടുകൂടി ആളുകൾ കണ്ടത്. അതിനു മുമ്പ് ഇന്ത്യയിൽ ഗാന്ധിയെ പ്രചരിപ്പിക്കാൻ വേണ്ടി ഒരു നടത്തിയില്ലെന്ന് ഒക്കെ പറയുമ്പോൾ, അതോടൊപ്പം തന്നെ എനിക്ക് തോന്നുന്നു രേണുക മറ്റൊന്നുകൂടി ഉണ്ട്. നേരത്തെ രേണുക ചോദിച്ചല്ലോ ഇത് ബോധപൂർവം പറഞ്ഞ ഒന്നാവാനുള്ള സാധ്യത ഉണ്ടോ എന്ന്. നേരത്തെ ഈ ഗാന്ധിയുടെ ഇത് സംബന്ധിച്ചൊരു നേരത്തെ ഗാന്ധിയൻ ദർശനങ്ങൾ പ്രചരിപ്പിക്കാൻ വേണ്ടി തന്നെ ഒരു മാഗസിൻ നേരത്തെ തൊട്ട് ഇറക്കുന്നുണ്ട്. അതിൻ്റെ പ്രധാനമന്ത്രിമാരാണ് ഇപ്പോഴും അതിൻ്റെ ചെയർമാൻമാരായി നിൽക്കുന്നത്. ആ മാഗസിനിൽ ഈ കഴിഞ്ഞ ജൂൺ ലക്കത്തിലാണ്, 2022 ജൂൺ ലക്കത്തിൽ ആണെന്ന് തോന്നുന്നു, അതിന് സവർക്കറുടെ ചിത്രത്തോടു കൂടി ആ ഇറക്കുക. സവർക്കറെ കുറിച്ചുള്ള ലേഖനങ്ങൾ, ഗാന്ധിയൻ ദർശനങ്ങൾ പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്ന അല്ലെങ്കിൽ ആ ലക്ഷ്യത്തോടു കൂടി തുടങ്ങിയ ഒരു മാഗസിനിൽ, അതാത് കാലത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രിമാർ അധ്യക്ഷനാവേണ്ട ഒരു മാഗസിനിൽ സവർക്കറെ കുറിച്ച് പറയുമ്പോൾ സ്വാഭാവികമായും ഇത് ഒരു വിശാലമായ അജണ്ടയുടെ ഭാഗമാണ്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു പിന്തുടർച്ചയായിട്ടാണ് അദ്ദേഹം ഇത് പറഞ്ഞത് എന്നതുകൂടി ചിലപ്പോൾ നമുക്ക് കരുതേണ്ടി വരും. വാക്കിൻ്റെ ഒരു പിഴയ്ക്ക് അപ്പുറത്തേക്ക് ഇങ്ങനെ ഒരു ഉള്ളിൽ കിടന്ന ഒരു സാധനം, ഉള്ളിൽ കിടന്ന ഒരു അദ്ദേഹത്തിൻ്റെ ആശയത്തെ ഈ തരത്തിൽ പ്രചരിപ്പിച്ചാവാനുള്ള സാധ്യതയും നമുക്ക് തള്ളിക്കളയാനാവില്ല. ശരി, എന്തായാലും ഓരോ അഭിമുഖങ്ങളും ഓരോ തരത്തിൽ വിവാദങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടാണ് ചാനലുകളുടെ റേറ്റിംഗ് കൂട്ടുക എന്നത് പ്രധാനമന്ത്രിയുടെ കൂടി ഒരു ഉത്തരവാദിത്തമാണ് എന്ന നിലയിൽ ഓരോ ഇന്റർവ്യൂവും മാറുന്നതാണ് നമ്മൾ അതിന്റെ റേറ്റിംഗ് കൂട്ടൽ എന്നതിനെ പരിമിതമായ അർത്ഥത്തിലേക്ക് കാണുമ്പോൾ പറയുന്ന നരേന്ദ്രമോദി ആ തരത്തിലല്ല കാണുന്നത്. റേറ്റിംഗ് കൂടുന്നുണ്ടെങ്കിൽ ആ റേറ്റിംഗ് കൂടുതൽ ആളുകളിലേക്ക് തന്റെ ആശയം എത്തുന്നു എന്നുള്ള റേറ്റിംഗ് യഥാർത്ഥത്തിൽ കൂടുന്ന ചാനലുകളുടെ അല്ല, മോദിയുടെ വാക്കുകളുടെ ഈ തെരഞ്ഞെടുപ്പോട് കൂടി പ്രധാനമന്ത്രി മാധ്യമങ്ങൾ കാണുന്നില്ല, സംസാരിക്കുന്നില്ല. പ്രസ് കോൺഫറൻസ് അല്ലെങ്കിൽ പോലും അഭിമുഖങ്ങളിലൂടെ ആവശ്യത്തിലധികം തന്നെ പ്രധാനമന്ത്രി സംസാരിച്ചിരിക്കുകയാണ്. അതിലേറെക്കുറെ മിക്ക അഭിമുഖങ്ങളും വലിയ വിവാദത്തിൽ അവസാനിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നതാണ് തുറന്ന വേദിയിലേക്ക്, ഒരു സംവാദ വേദിയിലേക്ക് ഇരുന്നിട്ടില്ല. അഭിമുഖം നടത്തിയിട്ട് തന്നെ ഈ അവസ്ഥയാണ്. ഇനി തുറന്ന സംവാദം കൂടി ആയാൽ. എന്തായാലും നമുക്ക് തിരിച്ചെത്താം ഒരിടവേളയ്ക്ക് ശേഷം. ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. കാലാവസ്ഥ മോശമാണെങ്കിൽ റോഡ് മാർഗമടക്കം യാത്രയ്ക്കൊരു ബി പ്ലാൻ കൂടി ഉണ്ടായിരുന്നു. പക്ഷേ കാലാവസ്ഥ അത്രത്തോളം മോശമല്ല. എന്തായാലും ഹെലികോപ്റ്ററിന് സഞ്ചരിക്കാൻ കഴിയുന്ന കാലാവസ്ഥയാണുള്ളത്. അദ്ദേഹത്തെ വഹിച്ചുകൊണ്ടുള്ള ഹെലികോപ്റ്റർ ആകാശത്തിലേക്ക് ഉയർന്നു കഴിഞ്ഞു. വളരെ ചെറിയ സമയത്തിനുള്ളിൽ അദ്ദേഹം ഇവിടെ നിന്ന് പറന്നുയരും. കന്യാകുമാരിയിലേക്കാണ് അദ്ദേഹത്തിൻ്റെ യാത്ര. ഈ തിരഞ്ഞെടുപ്പിൻ്റെ അവസാന ലാപ്പിൽ അത് വളരെ നിർണായകമായ ഒരു കാര്യം തന്നെയാണ് നരേന്ദ്രമോദിയുടെ ഭാഗത്ത് നിന്ന്. അത് BJP വിശദീകരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ ഒരു ആകെത്തുകയുണ്ട്. അദ്ദേഹം ആധ്യാത്മികവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം നടത്തുന്ന ഇതുവരെയുള്ള പ്രവർത്തനങ്ങൾ, അദ്ദേഹത്തിൻ്റെ ജീവിതചര്യ, അതിൽ ഭാരതത്തിൻ്റെ സംസ്കാരം ഉയർത്തിക്കാട്ടുന്നതിന് നരേന്ദ്രമോദിയുടെ പങ്ക്, അതിൻ്റെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഏടായി തന്നെയാണ് ഈ സംഭവത്തെ, വിവേകാനന്ദ പാറയിൽ അദ്ദേഹം ധ്യാനനിരതനാകുന്നതിനെ BJP വിശദീകരിക്കുന്നത്. പക്ഷേ കോൺഗ്രസിൻ്റെ ഭാഗത്ത് നിന്ന്, ഇന്ത്യ മുന്നണിയുടെ ഭാഗത്ത് നിന്ന് ആരോപണങ്ങൾ ഇതിനകം തന്നെ ഉയർന്നു കഴിഞ്ഞു. അവർ പറയുന്നത് ഇത് ഒരു ഗിമ്മിക്കാണ്, രാഷ്ട്രീയ നാടകമാണ്. ഏറ്റവും ഒടുവിൽ തന്നെ ജനങ്ങളെ കബളിപ്പിക്കുന്നതിന് വേണ്ടി ഇങ്ങനെ ഒരു യാത്ര നടത്തുന്നു, ധ്യാനമിരിക്കുന്നു. മാത്രവുമല്ല, തമിഴ്നാട്ടിലെ കോൺഗ്രസ് ഘടകം ഒരു ചുവട് കൂടി മുന്നിലാണ്. അവർ പറയുന്നത് ഇങ്ങനെ ധ്യാനമിരുന്നാൽ തങ്ങളും കന്യാകുമാരിയിൽ ധ്യാനമിരിക്കും, അതിനുള്ള സംവിധാനങ്ങൾ അവർ ഒരുക്കുകയാണ്. അതായത് ഒരു മീഡിയ അറ്റൻഷൻ, രാജ്യത്തിൻ്റെ മുഴുവൻ ശ്രദ്ധയും നരേന്ദ്രമോദിയിലേക്ക് പോകുന്നു. തിരഞ്ഞെടുപ്പ് അതിൻ്റെ ഫൈനൽ റൗണ്ടിലേക്ക് കടക്കുമ്പോൾ അദ്ദേഹം ഇങ്ങനെ ഒരു കാര്യം ചെയ്യുന്നതിന് അതേ നാണയത്തിൽ വീട്ടിൽ കൊണ്ടുവന്നാൽ പശ്ചാത്തപിക്കും. കാരണം ആക്ഷൻ കസയുടെ HDHMR ബോർഡ് മാത്രമാണ് വാട്ടർ, ടെർമൈറ്റ് കൂടാതെ ബോറർ റെസിസ്റ്റന്റ്.
രാജ്യത്തെ ജനാധിപത്യ പ്രക്രിയ അതിന്റെ ഏറ്റവും അവസാന ഘട്ടത്തിലാണ്. 7ാം ഘട്ട വോട്ടെടുപ്പ് 1-ാം തീയതി നടക്കും. ഇന്ന് പരസ്യ പ്രചാരണം അവസാനിച്ചു. അവസാന ഘട്ട വോട്ടെടുപ്പിലേക്ക് നീങ്ങുമ്പോൾ ഏപ്രിൽ 19-നാണ് വോട്ടെടുപ്പ് തുടങ്ങിയത്, 1-ാം ഘട്ടം തുടങ്ങിയത്. അതിന്റെ 7 ഘട്ടങ്ങൾ പിന്നിട്ടാണ് അവസാന ഘട്ടത്തിൽ എത്തുന്നത്. 57 മണ്ഡലങ്ങളാണ് ഈ ഘട്ടത്തിൽ വോട്ട് രേഖപ്പെടുത്തുക. UP-യിൽ 13, അതാണ് ഏറ്റവും കൂടുതൽ സീറ്റുകളുള്ള സംസ്ഥാനം അവസാന ഘട്ടത്തിൽ. പഞ്ചാബിൽ 13, ബംഗാൾ 9, ബീഹാർ 8, ഒഡീഷ 6, ഹിമാചൽ 4, ജാർഖണ്ഡ് 3, ചണ്ഡീഗഡ് 1 എന്നിങ്ങനെയാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്ന സ്ഥലങ്ങൾ. 904 സ്ഥാനാർത്ഥികളാണ് കിരൺ അവസാന ഘട്ടത്തിൽ ജനവിധി തേടുന്നത്. ഇതിൽ പഞ്ചാബിലും ഒപ്പം ഹിമാചലിലും പൂർണ്ണമായും ഒറ്റഘട്ടമായി തെരഞ്ഞെടുപ്പ് നടക്കുന്നു എന്ന ഒരു കാര്യം കൂടിയുണ്ട്. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പരാമർശിച്ചു, പഞ്ചാബിൽ ഇടത് സഖ്യത്തിന് വലിയ പരീക്ഷണശാലയാണ്. എങ്കിലും ഫലം അവർക്ക് അനുകൂലമായാൽ മൊത്തത്തിൽ നഷ്ടം ഉണ്ടാകില്ല. എങ്കിലും അവിടെ ആപ്പും കോൺഗ്രസും നേർക്കുനേർ ഏറ്റുമുട്ടുന്നു എന്നത് തന്നെയാണ്. ഡൽഹിയിൽ ഒരുമിച്ച് നിൽക്കുന്നവർ ഇവിടെ വന്ന് പരസ്പരം ഏറ്റുമുട്ടുന്നു എന്നത് തന്നെയാണ് BJP അവിടെ പറയാൻ ശ്രമിച്ചിരിക്കുന്നത്. BJPയെ സംബന്ധിച്ച് വലിയ പ്രതീക്ഷകളില്ലാത്ത സംസ്ഥാനം കൂടിയാണ്. എങ്ങനെയൊക്കെ പ്രാധാന്യമുള്ളതാണ് 7ാം ഘട്ടം? ഇനിയിപ്പോൾ 7ാം ഘട്ടം എന്ന് പറഞ്ഞാൽ 57 മണ്ഡലങ്ങളാണ്. 7ാം ഘട്ടത്തിലും 6ാം ഘട്ടത്തിലും 57 മണ്ഡലങ്ങൾ വീതമായിരുന്നു. ഈ ഒരു ഏറ്റവും അവസാന ഘട്ടത്തിൽ നിൽക്കുമ്പോഴും ഇതുവരെ ഉണ്ടായിരുന്നു 1-ാം ഘട്ടത്തിലോ 2-ാം ഘട്ടത്തിലോ നിൽക്കുന്നത് പോലെയല്ല. ഈ അവസാന ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ രണ്ട് മുന്നണിക്കും ഒരേപോലെ തന്നെ, ഇന്ത്യ മുന്നണിക്കായാലും NDAക്കായാലും സാധാരണഗതിയിൽ ഈ തെരഞ്ഞെടുപ്പ് തുടങ്ങിയ ഘട്ടത്തിലൊക്കെ നമ്മളടക്കം പ്രതീക്ഷിച്ചിരുന്നത്, അല്ലെങ്കിൽ ഒരു വലിയ വിലയിരുത്തലുകളൊക്കെ ഉണ്ടായിരുന്നത് NDA അനായാസമായ ഒരു വിജയത്തിലേക്ക് നീങ്ങുന്നു, അവിടെ കാര്യമായ ഒരു വെല്ലുവിളി ഉയർത്താൻ കഴിയില്ല എന്നല്ല. പക്ഷേ ഈ അവസാന ഘട്ടത്തിലും NDAക്ക് അതിശക്തമായ ഒരു പോരാട്ടത്തിലേക്ക് നിൽക്കേണ്ടി വരുന്നു. ഇപ്പോൾ ഈ ധ്യാനത്തിൻ്റെ വിഷയത്തിൽ അടക്കം എടുത്തു കഴിഞ്ഞാൽ അത്തരം ഒരു കാര്യങ്ങളിലേക്കൊക്കെ നീങ്ങേണ്ടി വരുന്നത്, അത്തരം ഒരു അവസ്ഥ ഉണ്ടായത് ഈ ഘട്ടത്തിലടക്കം വേണമെങ്കിൽ ഇന്ത്യ മുന്നണിക്കടക്കം ഒരു ഭൂരിപക്ഷത്തിലേക്ക് നേടാം, അങ്ങനെ ഒരു പ്രതീതി എന്തായാലും രാജ്യത്തുണ്ട്. ഇന്ത്യ മുന്നണിക്കാർ ആ ആത്മവിശ്വാസം എന്തായാലും അവസാന ഘട്ടത്തിൽ പ്രകടിപ്പിക്കുന്നുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനം ഈ പഞ്ചാബിലെയാണ്. പഞ്ചാബിലെ 13 സീറ്റുകൾ, പഞ്ചാബിലെ എല്ലാ സീറ്റുകളിലും ഒറ്റ ദിവസം തന്നെ, കേരളത്തിലെ പോലെ ഒരു ദിവസം തന്നെയാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഈ പഞ്ചാബിൻ്റെ 13 സീറ്റുകൾ എന്ന് പറഞ്ഞാൽ BJPക്ക് കാര്യമായ പ്രതീക്ഷയില്ലാത്ത സീറ്റാണ് ഈ 13 സീറ്റുകളും. BJPക്ക് പഞ്ചാബിൻ്റെ ഒരു ചരിത്രം പരിശോധിച്ചാൽ അകാലിദളുമായിട്ടായിരുന്നു ഈ പ്രകാശ് സിംഗ് ബാദലിൻ്റെ ഒക്കെ കാലത്ത് 1996 മുതൽ തുടങ്ങിയ പഞ്ചാബിലെ അവരുടെ സഖ്യമാണ്. ആ 96 മുതൽ 2020 വരെ നീണ്ട സഖ്യമായിരുന്നു. പ്രത്യേകിച്ച് BJPയെ സംബന്ധിച്ച് BJPയുടെ ഒരു നാച്ചുറൽ അലൈ എന്നൊക്കെ പറയാൻ കഴിയുന്ന 2 പാർട്ടികളാണ് ഉണ്ടായിരുന്നത്. ഒന്ന് ഈ ശിരോമണി അകാലിദളും അതോടൊപ്പം തന്നെ മഹാരാഷ്ട്രയിലെ ശിവസേനയുമാണ്. ഈ 2 പാർട്ടികളാണ് അത്തരത്തിലേക്കുള്ള ഒരു ഹിന്ദുത്വ പ്രത്യയശാസ്ത്രമെന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മതത്തെ അടിസ്ഥാനമാക്കിയുള്ള ഒരു പ്രത്യയശാസ്ത്രത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നവർ. ശിരോമണി അകാലിദളാണെങ്കിൽ സിഖ് മതവിഭാഗത്തിന്റെ പ്രത്യേകിച്ച് അവിടുത്തെ മതവുമായും ആചാര്യന്മാരുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് നിൽക്കുന്ന, അല്ലെങ്കിൽ അത്രയും ഒരു ചിലപ്പോൾ നമ്മൾ ലീഗിന്റെ ഒക്കെ പ്രസിഡന്റിനെ ഒരു ആത്മീയാചാര്യൻ എന്നൊക്കെ പറയില്ല, അതുപോലെ ആ തരത്തിൽ അവർക്ക് അവരുടെ എല്ലാ ആത്മീയ ബോഡികളുമായും ഈ ഓരോ ഗുരുദ്വാരയുള്ള ബോഡിയുമായിട്ടൊക്കെ നേരിട്ട് ഭരണത്തിലുമൊക്കെ ബന്ധമുള്ള അവിടുത്തെ നിർണായകമായ ഒരു പാർട്ടിയായിരുന്നു. ആ പാർട്ടിക്കൊപ്പമായിരുന്നു BJP എന്നത്. പക്ഷേ പ്രധാനമായും ഈ കർഷക സമരം കഴിഞ്ഞ 2019 BJPയും ശിരോമണി അകാലിദളും ഒരുമിച്ച് നിന്നെങ്കിലും ഇന്ത്യ ആകെ നരേന്ദ്രമോദിക്ക് അനുകൂലമായ ഒരു മോദി തരംഗം വീശിയടിച്ചെങ്കിലും ആ 13 സീറ്റുകൾ 2019 ആകെ BJPക്ക് അന്ന് നേടാനായത് 2 സീറ്റ് മാത്രമാണ്. അത് ശിരോമണി അകാലിദളിനും 2 സീറ്റ്, കോൺഗ്രസിന് 8 സീറ്റുകൾ വരെ നേടാൻ കഴിഞ്ഞപ്പോൾ കോൺഗ്രസ് ആം ആദ്മി പാർട്ടിക്ക് 1 സീറ്റും നേടാൻ കഴിഞ്ഞു 2019. ഈ ഒരു സാഹചര്യത്തിൽ തന്നെ ഈ സഖ്യം വീണ്ടും പിളരുന്നു, അല്ലെങ്കിൽ സഖ്യത്തിന് BJPക്ക് അങ്ങനെ ഒരു അനിവാര്യമായ ഒരു ഘടകമല്ല SAD എന്നുള്ളൊരു അവസ്ഥ വരുന്നു. അതിനുശേഷമാണ് അവിടുത്തെ ഈ വലിയ കർഷക പ്രക്ഷോഭങ്ങൾ വരുന്നു. കർഷക പ്രക്ഷോഭം വരുമ്പോൾ നമുക്കറിയാം, കർഷക പ്രക്ഷോഭത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രം എന്ന് പറയുന്നത് ഒന്ന് പഞ്ചാബാണ്, ഒന്ന് ഹരിയാനയാണ്, ഒന്ന് പശ്ചിമ ഉത്തർപ്രദേശാണ്. ഈ 3 സ്ഥലങ്ങളിലാണ് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട കർഷകരുടെ വലിയ കേന്ദ്രമുള്ളത്. പ്രത്യേകിച്ച് ഹരിയാനയിലായാലും പഞ്ചാബിലായാലും ഉള്ള പ്രത്യേകത, ഈ SADയുടെ അണികളിൽ അല്ലെങ്കിൽ SADക്ക് വോട്ട് ചെയ്യുന്ന മഹാഭൂരിപക്ഷം വരുന്ന സിഖ് ജനവിഭാഗവും കർഷകരാണ്. അവരുടെ മുഖ്യ വരുമാനം കൃഷിയാണ്. ആ കൃഷിയുമായി ബന്ധപ്പെട്ട കർഷക പ്രക്ഷോഭം വരുന്നു, ആ കർഷക നിയമത്തിനെതിരെയുള്ള വലിയ സമരങ്ങൾ വരുന്നു. ആ സമയത്ത് BJPക്കൊപ്പം നിന്ന് കഴിഞ്ഞാൽ SADക്കും നിലനിൽപ്പില്ല എന്നത് മനസ്സിലാകുന്നു. പക്ഷേ SADക്ക് അവിടെ കോൺഗ്രസുമായിട്ടോ ആം ആദ്മി പാർട്ടിയുമായിട്ടോ ഒരു സഖ്യത്തിലേക്ക് പോകാനുള്ള സാഹചര്യവും SADയുടെ മുന്നിലില്ല. സ്വാഭാവികമായും ആ സഖ്യം പിളരുന്നു. ആ സഖ്യം ഈ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിലും അങ്ങനെ ഒരു സഖ്യത്തിലേക്ക് വരാനുള്ള സാധ്യത SAD നേതാക്കൾ പ്രധാനമായും സുഖ്ബീർ സിംഗ് ബാദലൊന്നും തള്ളിയിരുന്നില്ല. എങ്ങനെയാണോ പ്രകാശ് സിംഗ് ബാദലിൻ്റെ കാലത്ത്
നിരുപാധികമായ ഒരു പിന്തുണ BJP കൊടുത്തത്, അല്ലെങ്കിൽ BJP പഞ്ചാബിലൊപ്പം നിർത്തി വളർത്തിയ ഒരു പാർട്ടിയാണ് എന്നത് കൂടി ആലോചിക്കണം. SADയുടെ ചെലവിൽ കൂടിയാണ് പഞ്ചാബിൽ, അല്ലെങ്കിൽ ഒരു ഹിന്ദുത്വ പ്രത്യയശാസ്ത്രത്തിന് അപ്പുറത്തേക്ക് അവിടുത്തെ ഒരു സിഖ് മതവിഭാഗത്തിൻ്റെ ഒരു ആശയം വരുന്ന ഒരു പാർട്ടിയുടെ ഒരു തണലിൽ കൂടിയാണ് BJP അവിടെ ശക്തി പ്രാപിച്ചത്. പക്ഷേ BJP ആ തരത്തിലേക്ക് നിന്നില്ല എന്നതുകൊണ്ട് SAD ഇത്തവണ ഒറ്റയ്ക്ക് മത്സരിക്കുന്നു. പ്രധാന സീറ്റുകളിൽ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട മുന്നണികൾ രണ്ടുപേരും സഖ്യങ്ങളില്ലാതെ മത്സരിക്കുന്നു. അതുകൊണ്ട് തന്നെ എല്ലാ മണ്ഡലങ്ങളിലും ചതുഷ്കോണ മത്സരം നടക്കുന്നു എന്നതാണ് പഞ്ചാബിന്റെ ഫലത്തെ പ്രവചനാതീതമാക്കുന്നത്. ഏറ്റവും പ്രധാനമായിട്ട് അവിടെ നിൽക്കുന്ന ഒന്നാമത്തെ കക്ഷി എന്ന് പറയുന്നത് ആം ആദ്മി പാർട്ടി തന്നെയാണ്. ആം ആദ്മി പാർട്ടിയുടെ ഒരു സർക്കാരാണ് അവിടെ നിൽക്കുന്നത്. പ്രത്യേകിച്ച് ആ സർക്കാരിനെതിരെ അങ്ങനെ കാര്യമായ ജനവിരുദ്ധ വികാരമോ അല്ലെങ്കിൽ ആ സർക്കാർ വിരുദ്ധ വികാരമോ ഒന്നും കാര്യമായിട്ടില്ല. ഇന്നലെ പോലും അവിടെ കർഷകരുടെ പ്രതിഷേധമുണ്ടായി. MLA-മാരുടെ വസതിക്ക് മുന്നിലും മറ്റുമൊക്കെ വലിയ രീതിയിൽ അവർ പ്രതിഷേധം സ്ഥാനാർത്ഥികളുടെ വസതിക്ക് മുന്നിലാണ്. പല BJP സ്ഥാനാർത്ഥികളുടെയും വസതിക്ക് മുന്നിൽ പോലീസ് പ്രൊട്ടക്ഷൻ കൊടുക്കേണ്ട അവസ്ഥയിൽ പ്രധാനമന്ത്രി അവിടെ പ്രചരണ റാലിക്ക് പോകുമ്പോൾ ഈ പ്രധാനപ്പെട്ട നേതാക്കളെ, കർഷക സംഘടനാ നേതാക്കളെ ഒക്കെ തടങ്കലിലാക്കിയിട്ടാണ്, വീട്ടുതടങ്കലിലാക്കിയിട്ടാണ് പ്രധാനമന്ത്രിക്ക് അവിടെ റാലിയിൽ പങ്കെടുക്കാൻ പോലും പറ്റിയത്. പഞ്ചാബിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ പഞ്ചാബ് മറ്റ് സംസ്ഥാനങ്ങളെ പോലെയല്ല. അത് പഞ്ചാബികളുടെ പ്രത്യേകിച്ച് സിഖ് മതവിഭാഗത്തിന്റെ പ്രത്യേകത, ഇവർ ഒന്ന് ലോകത്ത് തന്നെ ഏറ്റവും കൂടുതൽ മതചിഹ്നങ്ങൾ, ഈ പഞ്ചകകാരങ്ങൾ എന്നാണ് പറയുന്നത്. അപ്പോൾ ഏറ്റവും കൂടുതൽ മതചിഹ്നങ്ങൾ, ഈ 5 മതചിഹ്നങ്ങളും ശരീരത്തിൽ വഹിച്ചുകൊണ്ടാണ് ഏത് സമയം നടക്കുന്നത്. നിങ്ങൾ ഇന്ന മതത്തിലാണ്, നിങ്ങളുടെ ആശയങ്ങൾ ഇതാണ് എന്നുള്ളത് നിങ്ങളെ ഇങ്ങനെ നിരന്തരം ഓർമ്മപ്പെടുത്തിക്കൊണ്ടേയിരിക്കുകയാണ്. അതിനുവേണ്ടിയാണ് ഈ മതചിഹ്നങ്ങൾ ശരീരത്തിലിരിക്കുന്നത്. അവർക്ക് അതിനിടയിൽ ഒരു വലിയ ഐക്യവും വലിയ ഒരു, പിന്നെ പഞ്ചാബികൾ പണ്ട് തൊട്ടേ ഇന്ത്യൻ സേനയിലായാലും എല്ലാം വലിയ സാഹസികർ കൂടിയാണ്. അവരെ ഏത് തരത്തിലാണ് പ്രതിഷേധം, പഞ്ചാബികളെ തടയുക എന്ന് പറഞ്ഞാൽ അവരെ പെട്ടെന്നൊരു സമരത്തിൽ തടഞ്ഞു നിർത്താനോ അല്ലെങ്കിൽ അവർക്കെതിരെ അവരെ പെട്ടെന്ന് അടിച്ചമർത്തുക എന്നൊക്കെ പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. അതുകൊണ്ട് തന്നെയാണ് പഞ്ചാബിനെ സംബന്ധിച്ചിടത്തോളം ആ വികാരത്തെ മറികടന്നുകൊണ്ട് മാറാൻ SAD കഴിയില്ല. SAD ഒരു ഭാഗത്ത് നിൽക്കുന്നു, ആം ആദ്മി പാർട്ടി ഒരു ഭാഗത്ത് നിൽക്കുന്നു, കോൺഗ്രസ് മറ്റൊരു ഭാഗത്ത് നിൽക്കുന്നു, BJP മറ്റൊരു ഭാഗത്ത്. കോൺഗ്രസ് വിട്ട് വന്ന അമരീന്ദർ സിംഗ് ഒക്കെ BJP-യുമായി അത്ര അടുപ്പത്തിലാണോ? ഈ കർഷക പ്രശ്നം നിൽക്കുന്നത് കൊണ്ട് തന്നെ കൃത്യമായ നിലപാടെടുക്കാനോ പ്രചരണത്തിൽ ഉൾപ്പെടെ സജീവമാകാനോ ഒന്നും പറ്റാത്ത ഒരു സാഹചര്യം ആണ് എന്നതുപോലെ ആണ് സാഹചര്യങ്ങൾ വിലയിരുത്തുമ്പോൾ മനസ്സിലാകുന്നത്. മറ്റൊന്ന്, മറ്റെല്ലാ സംസ്ഥാനങ്ങളിലും BJP ആളെ പിടിക്കുമ്പോൾ ഇവിടെ BJP-യിൽ നിന്ന് കൊഴിഞ്ഞുപോക്കുണ്ടായ ഒരു സംസ്ഥാനം കൂടിയാണ് പഞ്ചാബ്. അത് രേണുകാൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം, ഈ അമരീന്ദർ സിംഗ് പഞ്ചാബിലെ ഏറ്റവും വലിയ നേതാവായിരുന്നു. പഞ്ചാബിൽ കോൺഗ്രസിനെ ഭരണത്തിൽ എത്തിച്ച നേതാവ് അമരീന്ദർ സിംഗ് ആണ്. ഈ വലിയ തിരിച്ചടി ഉണ്ടാകുന്ന സമയത്ത് പോലും അമരീന്ദർ സിംഗിന്റെ നേതൃത്വത്തിൽ കോൺഗ്രസിനെ പിടിച്ചു നിർത്തിയ നേതാവൊക്കെയാണ്. പക്ഷെ അമരീന്ദർ സിംഗ് കോൺഗ്രസ് വിട്ടുപോയപ്പോഴേക്കും ഈ അമരീന്ദർ സിംഗിന് പ്രതാപം നഷ്ടപ്പെട്ടതല്ല, അമരീന്ദർ സിംഗിന് യാതൊരു സ്വാധീനമില്ല. എന്നാൽ അമരീന്ദർ സിംഗിനൊപ്പമുള്ളവരെ ബോധ്യപ്പെടുത്താൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. ഞാൻ കോൺഗ്രസ് വിട്ടുപോയതിനൊരു കാരണമുണ്ട് എന്ന് ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ ശക്തി വല്ലാതെ, അദ്ദേഹം ഒരു വലിയ ലൈംലൈറ്റിന്റെ അറ്റത്ത് നിന്നിട്ട് ഗ്യാലറിയിൽ പോലും ഇല്ലാത്ത അവസ്ഥയിലേക്ക് എടുത്തെറിയപ്പെട്ട. എന്തായാലും പഞ്ചാബിലെ സാഹചര്യങ്ങൾ അതാണ്. ഹിമാചലിൽ 4 സീറ്റാണുള്ളത്. 2021 നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ മണ്ഡി നഷ്ടപ്പെട്ടതാണ്. ഇപ്പം കങ്കണയെ നേരിടുന്ന വീരഭദ്ര സിംഗിന്റെ മകൻ വിക്രമാദിത്യ സിംഗ്, അദ്ദേഹത്തിന്റെ അമ്മയാണ് മത്സരിച്ചത്. ഇനിയിപ്പോൾ എന്ത് സംഭവിക്കും അവിടെ? ഹിമാചലിനെ സംബന്ധിച്ച് അത് മാത്രമല്ല വിഷയം. ഹിമാചലിലെ ഈ 6 MLA-മാർ, അയോഗ്യരായ 6 MLA-മാർ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട്. അതടക്കം അവിടുത്തെ വിഷയമാണ്. അവിടെ കോൺഗ്രസിനെ സംബന്ധിച്ച് അഭിമാന പോരാട്ടമാണ്. കോൺഗ്രസിന്റെ കയ്യിൽ ഭൂരിപക്ഷം ഉണ്ടായിരുന്ന 68-ൽ 40 MLA-മാർ കയ്യിലുണ്ടായിരുന്ന ഒരു സ്ഥലത്ത് ഒരു രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ മനു അഭിഷേക് സിംഗിനെ പോലെ കോൺഗ്രസിന്റെ ദേശീയ തലത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് മത്സരിക്കുമ്പോൾ അദ്ദേഹം തുല്യം വോട്ട് വരികയും ആ നറുക്കെടുപ്പിൽ പരാജയപ്പെട്ടു പോവുകയും ചെയ്യുന്ന അവസ്ഥ ഉണ്ടാകുന്നു. അവിടെ തിരിച്ചുവരവിന് വേണ്ടി കോൺഗ്രസിന്റെ വലിയ ശ്രമം നടത്തുന്നുണ്ട്. പക്ഷേ നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ നിന്ന് നയിച്ച പ്രിയങ്കയാണ് ഇപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും പ്രിയങ്കയാണ് അവിടെ നയിക്കുന്നത്. എന്തായാലും നമുക്ക് സമയം പൂർണ്ണമാവുകയാണ്. ഇവിടെ ഇതുവരെയുള്ള റിപ്പോർട്ടുകൾ എന്തായാലും BJP കൂടി അവിടെ ഹിമാചൽ അനുകൂലമാണ് എന്നുള്ള തരത്തിലേക്കുള്ള റിപ്പോർട്ടുകൾ കൂടിയാണ് വരുന്നത്. എന്തായാലും നമുക്ക് നമ്മുടെ പൊളിറ്റിക്കൽ ഗ്രാൻഡ് ഫിനാലയുടെ ഇന്നത്തെ സമയം അവസാനിക്കുകയാണ്. നാളെയും എന്തായാലും ഈ തെരഞ്ഞെടുപ്പിന്റെ വിശേഷങ്ങളുമായി എത്താം.